യം ശൈവാസമുപാസത്തെ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബഹുദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി 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 ഓം തസ്. ജയഗുരു. നമുക്ക് എല്ലാവർക്കും കൂടി പതിവ് പോലെ ഒരു 3 തവണ ഓംകാരം ജപിക്കാം കൂട്ടായി. ഈ ജപത്തിൻ്റെ ഉദ്ദേശം ഈ കൂട്ടധ്വനി ഭൂമണ്ഡലത്തിലാകെ പ്രസരിച്ച് എല്ലാ ജീവജാലങ്ങൾക്കും തൃപ്തിയും സന്തോഷവും സാഫല്യവും നൽകണമെന്നാണ്. മനുഷ്യഹൃദയത്തിനും മനസ്സിനും മാത്രമേ ഇങ്ങനെയുള്ള ഒരു സങ്കല്പ ശക്തിയുള്ളൂ. അത് വേണ്ടതുപോലെ വിനിയോഗിക്കുന്നതിലാണ് മനുഷ്യത്വം സഫലമാകുന്നത്. ഈ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യജീവിതത്തിൽ ജനിച്ചത് മുതൽക്ക് മരണം വരെ നമ്മളുടെ സങ്കല്പങ്ങളാണ് പ്രമാണം. വേണ്ടതുപോലെ ഒരു കാര്യം തീരുമാനിക്കുക, പുറപ്പെടുക, ചെയ്യുക, ചെയ്തവസാനിക്കുക, അതിൻ്റെ ഫലം കൈകാര്യം ചെയ്ത് കൂടുതൽ പ്രവൃത്തികളുമായി മുൻപോട്ട് പോവുക, ഇതൊക്കെ ഈ സങ്കല്പശക്തിയുടെ പരിധിയിൽപ്പെട്ടതാണ്. അപ്പോൾ ആ സങ്കല്പശക്തിയെ ഉപയോഗിച്ച് ഈ സംയുക്തമായ ഓംകാരധ്വനിയെ പ്രപഞ്ചത്തിന് മുഴുവൻ മംഗളകരമാക്കി തീർക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും കൈകോർത്ത് മടിയിൽ വയ്ക്കൂ. ആകാവുന്നിടത്തോളം നിവർന്നിരിക്കൂ. കഷ്ടപ്പെടാതെ കണ്ണടയ്ക്കൂ. മനസ്സും വായും തുറന്ന് എൻ്റെ കൂടെ ജപിക്കാൻ പുറപ്പെടുക. ജപിക്കുക. ഹരി ഹരി. ഓ എല്ലാവരും കൂടി നല്ല പോലെ ജപിക്കൂ. ഇതൊരു വലിയ തപസ്സാണ്, ജപതപസ്. ഓ ഹരി ഓം ദസ്. ഭാരത ജനനിയുടെ സത്പുത്രന്മാരെ, സത്പുത്രിമാരെ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവോണം എന്താ പറയുക, അതിനെ വിശേഷിപ്പിക്കാൻ നമുക്ക് വാക്കുകളില്ല. ഏറ്റവും പ്രമുഖമാണ്. കേരളത്തിലുള്ളവരും കേരളീയരും തിരുവോണമില്ലാതെ ഇല്ല. എന്താണ് ഈ തിരുവോണം? 10 ദിവസത്തെ ആഘോഷമാണത്. അതിനെപ്പറ്റി ആരെങ്കിലും ആലോചിച്ച് നോക്കാറുണ്ടോ എന്നെനിക്കറിയില്ല. ആഘോഷം, ആഘോഷം എന്ന ശബ്ദം എന്ന വാക്ക് നമ്മുടെ ഇടയിൽ വളരെ പ്രചാരമുള്ളതാണ്. ആഘോഷം ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. ആ ആഘോഷത്തിൻ്റെ രീതിയും സമ്പ്രദായവും ഒക്കെ മാറും എന്നേ ഉള്ളൂ.
എല്ലാ ആഘോഷങ്ങളും ഓഡിയോ വിഷ്വലാണ്. കാണാനും കേൾക്കാനും ഉള്ളതേ ആഘോഷമാവുള്ളൂ. എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു എന്നതിൽ വ്യത്യാസമുണ്ടാവാം. ഒരു പുസ്തകമെടുത്ത് തുറന്നു വായിക്കുമ്പോൾ കണ്ണാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതും ആഘോഷമാവാം. നാട്യനടനങ്ങൾ, കഥകളികൾ, അതും ആഘോഷമാവാം. പാട്ടുകച്ചേരി, ശബ്ദ കച്ചേരിയൊക്കെ ആവാം. ഇങ്ങനെയുള്ളതൊക്കെ ആഘോഷത്തിൽപ്പെട്ടതാണ്. ഈ ആഘോഷത്തിന് എന്താണ് പ്രസക്തി മനുഷ്യജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, മനുഷ്യർ ആഘോഷപ്രിയന്മാരാണെന്ന് മാത്രമല്ല, നമ്മുടെ മനുഷ്യജീവിതത്തിൽ ആഘോഷം അത്യാവശ്യമാണ്. ശരീരത്തിന് ഭക്ഷണം എന്നതുപോലെ, ജോലി എന്നതുപോലെ കൂട്ടത്തിൽ വിശ്രമവും ആവശ്യമാണ്, ഉറക്കവും ആവശ്യമാണ് നമുക്ക്. ഇതെല്ലാം എങ്ങനെയോ അതുപോലെ നമുക്ക് ആഘോഷവും ആവശ്യമാണ്. കാര്യം എല്ലാവരും വളരെ ബുദ്ധിമുട്ടുന്നത് എല്ലുമുറിയ പണിയെടുത്താൽ പല്ലുമുറിയ തിന്നാം എന്നൊരു ചൊല്ലുണ്ട്. ജീവിതം സുഭഗമാകാൻ വേണ്ടിയാണ് നാം എല്ലാവരും പഠിച്ചും പഠിക്കാതെയും എന്തെങ്കിലും സാമർഥ്യങ്ങളും കഴിവുകളും കൈക്കലാക്കി അത് സമാജത്തിൻ്റെ മുൻപിൽ അവർക്ക് ഉപയോഗത്തിന് വേണ്ടി നൽകുന്നത്. പ്രതിഫലമായി നമുക്ക് വരുമാനം, സമ്പാദ്യമുണ്ടാവും. അതുകൊണ്ട് നാം ജീവിതം കൊണ്ടു നടത്തുന്നു. ഇങ്ങനെ സുഖപൂർവം ജീവിക്കാൻ വേണ്ടിയാണ് വീട്ടിൽ കുടുംബമായി ജീവിക്കുന്നത് എന്നുണ്ടെങ്കിലും ഒരാളുടെ കുടുംബത്തിലും സ്ഥിര സുഖമോ സ്ഥിര സന്തോഷമോ ഉണ്ടാവില്ല. കുടുംബം നടത്തുന്നത് തന്നെ ഒരു ചുമതലയാണ്, ഒരു ഭാരമാണ്. അപ്പോൾ പല വിധത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാവും. പലരും കല്യാണം കഴിക്കും വളരെ സന്തോഷത്തോടു കൂടി. ഞങ്ങളുടെ ഒരു കോളേജ് അധ്യാപകൻ പണ്ട് കാലത്ത് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. കല്യാണം എന്ന് പറയുന്നത് ഒരു മേടയാണ്. അതിൽ പുറത്ത് നിൽക്കുന്നവരെല്ലാം അകത്ത് കിടക്കാൻ ഇഷ്ടപ്പെടുന്നു, അകത്ത് കിടന്നവരൊക്കെ പുറത്തു വരാൻ ഇഷ്ടപ്പെടുകയാണ്. ഇതാണ് കല്യാണത്തിൻ്റെ വർത്തമാനം. അപ്പോൾ കുടുംബം നടത്തുന്ന സമയത്തും അത് ഉദ്ദേശമാതിരി സുഖസമൃദ്ധമായി നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാൾക്കുമുണ്ട് എന്ന് പറയാൻ എളുപ്പത്തിൽ സാധിക്കില്ല. എന്തിനാ ഞാനിത് പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ അല്ലലും അലട്ടുമില്ലാത്ത ദിനങ്ങളോ വാരങ്ങളോ മാസങ്ങളോ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ വെളുത്തേടൻ അലക്ക് കഴിഞ്ഞ് കാശിക്ക് പോവില്ല എന്ന് പറഞ്ഞ മാതിരി ഈ അല്ലലും അലട്ടുമെല്ലാം ഇല്ലാതെയായി നമുക്കൊരു സന്തോഷവും സുഖവും ഉണ്ടാവുക സാധ്യമല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ആഘോഷം സംഘടിപ്പിച്ച് ആ ആഘോഷത്തിൻ്റെ പേരിൽ അതിന് പ്രത്യേകം തയ്യാറെടുത്ത് അന്നേ ദിവസം ജോലിക്ക് പോകുന്നവർ ചിലപ്പോൾ ജോലി വരെ മുടക്കി എല്ലാം മറന്ന് സന്തോഷിക്കും. നേരത്തെ എണീക്കും, കുളിക്കും, നല്ല വസ്ത്രം ഉടുക്കും, കുറിയൊക്കെ ധരിക്കും, കുട്ടികളെയും വേണ്ടതുപോലെ ധരിപ്പിച്ച് വേല, പൂരം ഒക്കെ അങ്ങനെ പെട്ടതാണ്. ഒരു നാടാണെങ്കിൽ അവിടെ ഒരു നാട്ടുത്സവം ഒന്നെങ്കിലും ഒരു കൊല്ലത്തിൽ വേണം. അപ്പോൾ മനുഷ്യരെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ഇറ്റ് ഈസ് എ മെൻറ്റോ ഇൻ്റലക്ച്വൽ നെസസിറ്റി, നീഡ് ആൻഡ് കമ്പൾഷൻ. മനസ്സിനും ബുദ്ധിക്കും നിർബന്ധപൂർവം ആവശ്യമുള്ളതാണ് ആഘോഷം. അങ്ങനെ നോക്കുമ്പോൾ ഈ ആഘോഷത്തിന് എത്രത്തോളം സ്ഥാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ന് ചോദിച്ചാൽ, കേരളത്തിലൊരു പഴമൊഴിയുണ്ട്, ചെറുപ്പകാലത്ത് ഞാൻ കേട്ട് പഠിച്ചിട്ടുള്ളതാണ്. ചിങ്ങം വരുമേ വരുമിങ്ങോണം, കന്നി വരുമ്പോൾ നവരാത്രിയുമാം, നല്ല തുലാത്തിൽ ദീപാവലിയും, വൃശ്ചികമാസേ കാർത്തിക ദീപം, ധനുമാസത്തിൽ തിരുവാതിരയും, മകരം വരവേ പൊങ്കലുമുണ്ടാം, കുംഭത്തിൽ ശിവരാത്രിയുമായി, മീനത്തിങ്കൽ താലപ്പൊലിയും, മേടം വരവേ വിഷു വന്നീടും, ഇടവം വരവേ വൈശാഖവുമാം, മിഥുനത്തിൽ കളിയോച്ചിറയിലുമാം, കർക്കടകത്തിൽ പുത്തിരിയൂണും. കേട്ടിട്ടുണ്ടോ കൂട്ടരെ? നിങ്ങൾ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ പൂർവികർ രൂപപ്പെടുത്തിയിട്ടുള്ള സംസ്കാരത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നടുത്തൂണാണിത് എന്ന് പറയാം. എന്തെങ്കിലും ചില സന്ദർഭങ്ങളും ചില ദിവസങ്ങളും നമുക്ക് വേണം, അതവർ മാസത്തിലൊന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ചിങ്ങമാസമാണ് നമ്മുടെ ആണ്ട് മാസം തുടങ്ങുന്നതാണ്. ചിങ്ങത്തിൽ നിന്ന് തുടങ്ങി കർക്കടകം വരെയാണ് നമ്മുടെ കേരളത്തിലെ ഒരു വർഷം 12 മാസം. അതിൽ ചിങ്ങത്തിലാണ് ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവോണാഘോഷം.
ഞാൻ ഈ ചൊല്ലിയ ചൊല്ലിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി കാണും നമ്മുടെ ആഘോഷങ്ങളൊക്കെ എല്ലാം തന്നെ ഈ ഭൂമി, പ്രപഞ്ചം, പ്രകൃതി, ആ പ്രകൃതിയുടെ അധ്യക്ഷനായിരിക്കുന്ന പരബ്രഹ്മം, വിശേഷപ്പെട്ട ഒരു ചൈതന്യ വിശേഷം, ഈ രണ്ടെണ്ണത്തിനെയും ചൊല്ലിയും ഇതിനോട് കൂറ് കാണിക്കുന്നതുമാണ് നമ്മുടെ ആഘോഷങ്ങളെല്ലാം. ഇപ്പോൾ നവരാത്രി കന്നിമാസത്തിൽ, ദീപാവലി തുലാമാസത്തിൽ, കാർത്തിക ദീപം എന്ന് പറഞ്ഞു, ധനുമാസത്തിൽ തിരുവാതിര, മകരത്തിൽ പൊങ്കൽ, കുംഭത്തിൽ ശിവരാത്രി, മീനത്തിൽ താലപ്പൊലി, മേടത്തിൽ വിഷു, എടവത്തിൽ വൈശാഖം, മിഥുനത്തിൽ ഓച്ചിറയിലുള്ള കളി, അങ്ങനെ കർക്കിടകത്തിൽ പുത്തിരി. നിങ്ങൾ ഏത് വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ. അത് ദൈവത്തോട്, ദൈവം എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ തെറ്റായ അർത്ഥമൊന്നും അതിന് കൊടുക്കണ്ട. ഈ പ്രപഞ്ചം അനവധി ഗോളങ്ങൾ ആകാശകോശത്തിൻ്റെ ഉള്ളിൽ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സങ്കേതമാണ് ഈ പ്രപഞ്ചം. ആ പ്രപഞ്ചം വെറുതെ അങ്ങോട്ട് ഉണ്ടാവില്ല. ആ പ്രപഞ്ചത്തിലുള്ള മനുഷ്യ സൃഷ്ടിയുണ്ടല്ലോ, അവിടെയാണ് ബുദ്ധിവിശേഷം നമ്മൾ കാണുന്നത്. അങ്ങനെ മനുഷ്യൻ്റെ അമ്പരപ്പിക്കുന്ന ബുദ്ധി അടക്കം എല്ലാം സൃഷ്ടിച്ച് ഈ കോശത്തിൽ പരിപാലിച്ച് കൊണ്ടുവരുന്നുണ്ടല്ലോ, നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പിന്നിൽ നല്ല പോലെ ഒരു ഡിസൈനിങ് പവർ ഉണ്ടാവണം. അങ്ങേയറ്റത്തെ ബുദ്ധിയുള്ളതായ ഒരു കാരണമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ. അതിനോട് നമുക്കൊരു കൂറും കടപ്പാടും കാണിക്കുന്നതാണ് നമ്മുടെ ആദരവും ഭക്തിയും ഈശ്വരവിശ്വാസവുമെല്ലാം. എന്തിന് ഞാനിത് പറഞ്ഞു? മാസത്തിലൊരാഘോഷം നമുക്കുണ്ട്. എന്താ ആഘോഷത്തിൻ്റെ ഉദ്ദേശം? അല്ലലും അലട്ടുമൊക്കെ ഒന്ന് വിട്ട് ആ ആഘോഷത്തിൻ്റെ പേരിൽ വസ്ത്രമൊക്കെ വേണ്ടതുപോലെ അണിഞ്ഞ് കുളിച്ച് കുറി തൊട്ട് ഒന്ന് പോവുക, നാലാളെ കണ്ടുക, ചിരിക്കുക. ആനയാണെങ്കിൽ ആനൽ, പൂരം, നെറ്റിപ്പട്ടം, പഞ്ചവാദ്യം, ഇങ്ങനെയുള്ളതൊക്കെ. ഇത് മനുഷ്യനൊരാവശ്യമാണ്. ഈ ആവശ്യത്തെ മുൻനിർത്തിയാണ് തിരുവോണം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ തിരുവോണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതൊരു പൂക്കളത്തിൻ്റെ ഒരു ഉത്സവമാണ്. അത്തം മുതൽക്ക് നമ്മൾ പൂവിടാൻ തുടങ്ങും. ആ പൂവിട്ട് ആ പൂക്കളം അങ്ങനെയായി. അവിടുന്ന് അങ്ങോട്ടും ചില തൃക്കാക്കരപ്പന വയ്ക്കലൊക്കെ ഏർപ്പാടുണ്ട്. പക്ഷേ ഈ പൂക്കളുടെ ഒരു ഉത്സവമാണത്. അത് കഴിഞ്ഞാൽ പിന്നെ നേന്ത്രപ്പഴം എന്ന് പറയാം. ഇത് രണ്ടേ നമ്മുടെ ഉത്സവത്തിനുള്ളൂ. പക്ഷേ ഈ ഉത്സവത്തിൻ്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നത് എന്താ? വെറുതെ ഒരു ഉത്സവം നമുക്ക് ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടതാണ് പൂർണ്ണ കുംഭമേള ഉത്തരേന്ത്യയിൽ. കഴിഞ്ഞ കൊല്ലം പൂർണ്ണ കുംഭമേളയ്ക്ക് 20 കോടി ജനങ്ങൾ പോയി കുളിച്ചു എന്നാണ് പറയണത് ഗംഗാനദിയിൽ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? 20 കോടി ജനങ്ങൾ പൂർണ്ണ കുംഭം. ഈ പൂർണ്ണ കുംഭം എന്ന് പറഞ്ഞാൽ ആകാശത്തെ നോക്കി അതിലുള്ള നക്ഷത്രങ്ങളുടെ നിലവെച്ച് നടത്തുന്ന ഉത്സവമാണിത്. നമ്മുടെ ഉത്സവങ്ങളൊക്കെ അങ്ങനെയാണ്. നിങ്ങളുടെ ജന്മദിനം നിങ്ങൾ എങ്ങനെയാണ് പറയുക? അശ്വതി മുതൽക്ക് രേവതി വരെ 27 നക്ഷത്രമുണ്ട്. ഈ 27 നക്ഷത്രം തന്നെയാണ് ആകാശത്തിൽ, ഗോളങ്ങളാണത്. അതുമാതിരി മരിച്ചുപോയി തിഥി എന്ന് പറയണു. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതൊക്കെ ചന്ദ്രനെ രാക്കാക്കിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് എല്ലാം തന്നെ പ്രകൃതി. ഞായറാഴ്ച മുതൽക്ക് ശനിയാഴ്ച വരെയുള്ള 7 ദിനങ്ങളുണ്ടല്ലോ, അതും ഗ്രഹങ്ങളുടെ പേരിലാണ്. നിങ്ങളത് മനസ്സിലാക്കുന്നുണ്ടോ കൂട്ടരെ? മനസ്സിലാക്കുന്നുണ്ടോ? ഈ സംസ്കാരം ചുഴിഞ്ഞു ചെന്ന് പരിശോധിച്ച് കണ്ട് വിലമതിക്കേണ്ടതാണ്. ഈ സംസ്കാരം നഷ്ടപ്പെട്ടുവാണ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ. അതൊക്കെ ഒന്ന് മാറ്റേണ്ട ആവശ്യമുണ്ട് നമുക്ക്. നമ്മൾ എന്ത് ചെയ്യുന്നതും പ്രകൃതിയെ ലാക്കാക്കിയും പ്രകൃതിയുടെ അടയാളങ്ങളുള്ള ചുവട് പിടിച്ചുമാണ് ഇവിടെ എന്ത് കാര്യങ്ങളും നടക്കുന്നത്. ഒരാൾ എന്ന് ജനിച്ച സമയത്ത് ഗ്രഹസ്ഥിതി എന്താണ്, ആ ഗ്രഹസ്ഥിതിക്കുള്ള സ്വാധീനം എന്ത്, അത് നല്ലതാണോ മോശമാണോ കലർന്നതാണോ, അതിനെ നേരിടാൻ നമ്മൾ വിശേഷമായിട്ട് എന്തെങ്കിലും ഒരു വിധി ചെയ്യണോ, ഉണ്ടെങ്കിൽ വല്ല തപസ്സോ അനുഷ്ഠാനമോ ഒക്കെ ആവും. അപ്പോൾ തിരുവോണം എന്ന് പറയുന്നത് അനവധി വിശേഷങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനവും പ്രഥമവുമാണ് നമ്മുടെ വർഷത്തിൽ. അത് 10 ദിവസം. അതിൻ്റെ ആഘോഷം പ്രധാനമായും പൂക്കളങ്ങളാണ്. എങ്ങനത്തെ പൂവാ? പൂജയ്ക്കെടുക്കുന്ന പൂക്കളായിക്കൊള്ളണമെന്നില്ല. പൂജയ്ക്കുള്ള പുഷ്പങ്ങളും
അതോടുകൂടി വനപ്രദേശത്തിൽ പൂജയ്ക്കെടുക്കാത്ത പുഷ്പങ്ങളും എടുത്ത് നമ്മുടെ മുറ്റത്ത് തന്നെ മെഴുകിയതിന് ശേഷം ഭംഗിയായി അലങ്കരിച്ച് പൂക്കളങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ആ പൂക്കളം ഉണ്ടാക്കാനായി പൂവ് കൊണ്ടുവരാൻ കുട്ടികളൊക്കെ നേരത്തെ എണീറ്റ് ഓടി നടക്കും. എന്നിട്ട് വരും. മത്സരം എന്നൊന്നും ഇല്ലെങ്കിലും എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനും യുക്തിക്കും അനുസരിച്ചാണ് പൂക്കളങ്ങൾ തയ്യാറാക്കുക. അപ്പോൾ കുട്ടികൾ അങ്ങും ചെന്ന് നോക്കി അത് പഠിച്ച് പിറ്റേ ദിവസം തൻ്റെ പൂക്കളം കുറച്ചും കൂടി മെച്ചപ്പെടുത്തി അങ്ങനെയുള്ള ഒരു ഉത്സവവും ഒരു മത്സരമൊക്കെ അതിലുണ്ട്. ആരും അതിന് സമ്മാനമൊന്നും കൊടുക്കാറില്ലെങ്കിലും അങ്ങനെ വിശേഷപ്പെട്ട ഒരു ആഘോഷമാണ് ഈ തിരുവോണം. എന്നാൽ ഈ തിരുവോണം ഇത് പൂക്കളവും നേന്ത്രപ്പഴവും മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. നമുക്ക് ഒരാഘോഷവും ഭഗവാനോട് ബന്ധപ്പെടാത്തതില്ല. ശ്രീരാമനെ ചൊല്ലി, ശ്രീകൃഷ്ണനെ ചൊല്ലി, പരശുരാമനെ ചൊല്ലി പലതും. ഇപ്പം ഞങ്ങളുടെ നാരായണാശ്രമ തപോവനം ഐകുന്ന് പാണ്ഡവഗിരിയുടെ കിഴക്കേ ചെരുവിലാണ്. യദൃച്ഛയാണ് ഞാനിവിടെ വന്ന് പെട്ടത് ഒരു 56-58 കൊല്ലം മുൻപ്. ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത് ഇത് പാണ്ഡവന്മാരോട് ബന്ധപ്പെട്ട 5 കുന്നും പാണ്ഡവഗിരിയാണ്. അവിടെ പരശുരാമൻ പ്രതിഷ്ഠിച്ച ദേവീ വിഗ്രഹമാണ്, ദേവീ സന്നിധിയാണത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായത്. അതിൽ വൈശാഖം എന്ന് ഞാൻ പറഞ്ഞല്ലോ, വൈശാഖ മാസത്തിലാണ് ഈ ദേവിയുടെ പൂയം നക്ഷത്രത്തിനാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ദ്രൗപദി ശിലയൊക്കെ ഉണ്ട്. ആ ദ്രൗപദി ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല പോലെ മനസ്സിലാക്കണം, നമുക്ക് എപ്പോഴും ഈ ദൈവത്തെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും ഒരു പരാമർശത്തോടു കൂടിയാണ്. അപ്പോൾ തിരുവോണത്തിൻ്റെ പിന്നിൽ കിടന്ന് കളിക്കുന്ന ഐതിഹ്യം എന്താ എന്ന് ചോദിച്ചാൽ അതിനൊരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യമാണ് മഹാബലിയും വാമനനും. ഇതിൽ മഹാബലിയാണോ ഈ തിരുവോണത്തിൻ്റെ പിന്നിൽ, അതോ വാമനനാണോ, അതോ രണ്ടുപേരുമാണോ? ഇതിൽ വാമനനോ മുൻതൂക്കം അതോ മഹാബലിക്കോ മുൻതൂക്കം എന്നൊക്കെ ചിന്തിക്കാൻ നമുക്ക് വേണ്ട വകയുണ്ട്. അങ്ങനെ എന്ത് ചിന്തിച്ചാലും ഈ വിചിന്തനം കൊണ്ട് നമ്മളാണ് എപ്പോഴും മെച്ചപ്പെടുന്നത്. മനുഷ്യജീവിതത്തിൽ എല്ലാവരും ഉൾക്കൊള്ളേണ്ടതും അനുവർത്തിക്കേണ്ടതും പിന്തുടരേണ്ടതും സാക്ഷാത്കരിക്കേണ്ടതുമായ ഗുണമൂല്യങ്ങൾ ഓതിത്തരുന്നതാണ് സർവചരിതങ്ങളും നമ്മെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറയുന്നത് നമ്മുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളുമെല്ലാം. ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന മഹാഗ്രന്ഥം 18,000 ശ്ലോകമുള്ളത് 6-ാം നൂറ്റാണ്ടിലാണ് എഴുതിയത് എന്ന് നമ്മുടെ മുൻപിലുള്ള ശ്രീമദ് ഭാഗവതം. അതിലാണ് ഈ വാമനൻ്റെയും മഹാബലിയുടെയും ചരിതം വളരെ ആധികാരികമായി നാം കാണുന്നത്. പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണല്ലോ, കടലിൽ നിന്ന് ഉയർത്തി തന്നതാണല്ലോ കേരളം. പരശുരാമൻ അത് ത്രേതായുഗത്തിൽ. പരശുരാമൻ നമുക്ക് കേരളം സമ്മാനിച്ചത് പിന്നെ നടന്ന കാര്യമാണ്. എന്നാൽ മഹാബലിയും വാമനനുമായിട്ടുള്ള ആ ഒരു എപ്പിസോഡുണ്ടല്ലോ, സംഭവം, അത് അതിനു മുമ്പ് നടന്നതാണ്. കേരളം തന്നെ പരശുരാമൻ ത്രേതായുഗത്തിൽ പൊന്തിച്ചു തന്നു എന്ന് പറയുമ്പോൾ കടലിൽ നിന്ന്, അതിന് മുൻപ് വാമനാവതാരമുണ്ടായത് എങ്ങനെയാ കേരളത്തോടു കൂടി ബന്ധപ്പെടുക? ആരെങ്കിലും ഇത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വാമനൻ എവിടെയാ ജനിച്ചത്? വാമനനെ സ്മരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്താണ് ഐതിഹ്യം? നമുക്ക് കേരളത്തുകാർക്ക് വല്ല ബന്ധമുണ്ടോയെന്ന്? ശ്രീമദ് ഭാഗവതം പറയുന്നത് വാമനനും മഹാബലിയൊക്കെ ഉണ്ടായിരുന്നത് നർമ്മദാ നദീതീരത്തിൽ ഗുജറാത്തിലാണ്. അവിടെയാണ് വിശ്വജിത്ത് എന്ന് പറയുന്ന യാഗം മഹാബലി ഭൃഗു കച്ഛത്തിൽ നടത്തിയത്. ഈ സംഭവം നടന്നത് മുഴുവനും നർമ്മദാ നദീതീരത്താണ്. നമുക്കതിനോട് ഒരു വിധത്തിലുള്ള ബന്ധവുമില്ല. അങ്ങനെ നർമ്മദാ നദീതീരത്ത് നടന്ന സംഭവത്തെ നമ്മുടെ പൂർവികർ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇറക്കുമതി ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താ? അങ്ങനെ ഇറക്കുമതി ചെയ്തു എന്ന് മാത്രമല്ല, അതിനെ സംബന്ധിച്ചൊരു തിരുവോണം കൊണ്ടാടുക എന്നൊരു സമ്പ്രദായവും ഉണ്ടായി. ഒരു പക്ഷേ നമ്മൾ ഐതിഹ്യം വിട്ടുകളഞ്ഞാലും തിരുവോണം തുടർച്ചയായിട്ട് നടത്തും. എന്താ? അത് നമ്മുടെ ആഘോഷമാണ്. നമുക്ക് നേന്ത്രപ്പഴം കഴിക്കുകയും ചെയ്യാം.
പക്ഷേ ഇതൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. മനുഷ്യ സമുദായത്തിൽ എന്തെങ്കിലും നിലനിൽക്കാൻ പോകുന്നുവെങ്കിൽ അത് സുവിചിന്തിതമായി വേണ്ടതുപോലെ കൂലങ്കഷമായി പരിശോധിച്ച് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളും മനുഷ്യൻ്റെ ഉൾ വ്യക്തിത്വത്തോട് അതിനെ ധന്യമാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളുമേ ഇവിടെ നിലനിൽക്കുള്ളൂ. മഹാബലിയുടെ ചരിത്രം ഇന്നും നാം ഓർക്കുന്നുണ്ടെങ്കിൽ, വാമനനെ ഇന്നും സ്മരിക്കുന്നുണ്ടെങ്കിൽ, മഹാബലി വാമനന്മാർ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നവരാണ്. ആ നടന്ന സംഭവം എന്താണ് എന്ന് നമ്മൾ നല്ല പോലെ മനസ്സിലാക്കണം. അതിഥിയുടെ പുത്രന്മാരാണ് ഇന്ദ്രാദികളെല്ലാവരും. ഒരു സമയത്ത് മഹാബലിയെ വധിച്ചു, രാജ്യം അപഹരിച്ചു. അത് കൂട്ടാക്കാതെ അസുരന്മാരുടെ ആചാര്യനായ ശുക്രാചാര്യൻ എന്തു ചെയ്തു? ബലിയെ ഉജ്ജീവിപ്പിച്ചു. അപ്പോൾ ശുക്രാചാര്യനോട് മഹാബലിക്ക് അങ്ങേ അറ്റത്തെ കടപ്പാടും സമർപ്പണവും ആദരവുമാണ്. അവർ തമ്മിലുള്ള ബന്ധം വളരെ ഇഴുകിയ ബന്ധമായിരുന്നു. മഹാബലിക്കും കൂട്ടർക്കും വളരെ സന്തോഷം തോന്നി. അപ്പോൾ ശുക്രാചാര്യൻ എന്തു ചെയ്തു? അസുരന്മാരുടെ ആചാര്യനാണെങ്കിലും ആചാര്യത്വത്തിൽ പ്രഭാവം കൊണ്ടോ മഹിമ കൊണ്ടോ ഒരു കുറവുമില്ല. ബൃഹസ്പതി പോലെ തന്നെയാണ്. ബൃഹസ്പതി ദേവാചാര്യനാണ്. അപ്പം ഞാൻ നിന്നെക്കൊണ്ട് വിശ്വജിത്ത് യാഗം നടത്താൻ പോണു എന്ന് പറഞ്ഞു. ആ വിശ്വജിത്ത് യാഗം, ആ പേര് തന്നെ കേട്ടോളൂ, വിശ്വജിത്ത്, വിശ്വത്തെ ജയിക്കാനുള്ള യാഗം. ആ യാഗം വേണ്ടതുപോലെ നടത്തി മുഴുവനായപ്പോൾ അതിൽ നിന്ന് ദിവ്യമായിരിക്കുന്ന രഥം, അമ്പൊടുങ്ങാത്ത ആവനാഴി, പല വിധത്തിലുള്ള ദിവ്യാസ്ത്രങ്ങളും ശസ്ത്രങ്ങളുമെല്ലാം മഹാബലിക്ക് കിട്ടി. ഉടനെ മഹാബലിക്ക് തോന്നി, ഞാൻ മിണ്ടാണ്ടിരിക്കില്ല എന്ന്. ഇതെല്ലാം വെച്ചുകൊണ്ട് ജയഭേരി മുഴക്കി സ്വർഗത്തിലേക്ക് മാർച്ച് ചെയ്തു. സ്വർഗത്തിലേക്ക് പിടിച്ചടക്കാൻ മാർച്ച് ചെയ്തു. ഇതാണ് മനുഷ്യബുദ്ധിയിൽ. എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടെങ്കിൽ ഉടനെ ബാക്കിയുള്ളവരെ ആക്രമിക്കുക എന്ന് വിചാരിക്കേണ്ട ആവശ്യം എന്താ? ശക്തി എന്ന് പറഞ്ഞാൽ ആക്രമത്തിനുള്ളതാണോ? ആക്രമം കൊണ്ട് ശക്തി നിലനിർത്താൻ പറ്റുമോ? ഇതാണ് നമ്മുടെ പൂർവികർ മഹാഭാരതത്തിലൂടെയും രാമായണത്തിലൂടെയും എല്ലാം. രാവണൻ വലിയ ചക്രവർത്തിയായിരുന്നു. 10 തലയും 20 കൈയും ഉണ്ട്. അവിടേക്ക് മണ്ണുകൊണ്ട് ഒരു നടപ്പാത ഉണ്ടാക്കിയാണ് ശ്രീരാമൻ വാനരസേനയോട് കൂടി ചെന്നത്. അവസാനം പുഷ്പക വിമാനം വരെ ഉണ്ടായിരുന്നു. ആരുടെ അടുത്ത്? രാവണൻ്റെ അടുത്ത്. എന്നിട്ട് ആ രാവണൻ ലങ്കയിൽ വാണുവോ അതോ വീണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ശക്തി സംഭരിക്കുക ഒരു നിലയ്ക്ക് നല്ലതാണ്. ഇപ്പം ഇന്ന് ന്യൂക്ലിയർ വെപ്പൺസ് ജനങ്ങളുടെ പല രാഷ്ട്രങ്ങളുടെ കയ്യിലുമുണ്ട്. സംഭരിച്ചു. ഇനി അവരതങ്ങോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ പിൻഗാമികൾ പോലും സമ്മതിക്കുമോ അതിനെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ശക്തി ആത്മരക്ഷയ്ക്ക് നല്ലതാണ്, സമ്മതിച്ചു. പക്ഷേ അത് പരനാശത്തിന് ഉപയോഗിക്കാനുള്ളതല്ല. ഒരാളും ശക്തിയെ പരനാശത്തിന് ഉപയോഗിച്ച് നന്നായിട്ടില്ല. മഹാബലി വലിയ സന്നാഹങ്ങളോടുകൂടി ജയഭേരിയോടുകൂടി മാർച്ച് ചെയ്ത് അങ്ങോട്ട് പോണത് കണ്ടപ്പോൾ ഇന്ദ്രന് മനസ്സിലായി ഈ കാര്യം നടക്കില്ല, നമുക്കിനി കഴിഞ്ഞുകൂടാൻ പറ്റില്ല. ഓടിച്ചെന്ന് ബൃഹസ്പതിയോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന്. ബൃഹസ്പതി പറഞ്ഞു, മഹാബലി ശ്രേഷ്ഠനാണ്. വിശ്വജിത്ത് യാഗം കഴിച്ച് എല്ലാ വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ശക്തികളും സംഭരിച്ചിരിക്കുകയാണ്. മാത്രമല്ല വലിയ ബ്രാഹ്മണ ഭക്തിയും അവരുടെ അനുഗ്രഹമുണ്ട്. അതിലും വെച്ച് വിശേഷമാണ് ആചാര്യൻ്റെ പൂർണ്ണമായ അനുഗ്രഹം. അങ്ങനെ എല്ലാ മികവുകളും തികവുകളും നികഞ്ഞിരിക്കുന്ന മഹാബലി തൻ്റെ എല്ലാ സന്നാഹങ്ങളോടും കൂടി വരുമ്പോൾ അദ്ദേഹത്തെ എതിർക്കുക സാധ്യമല്ല. ആ സ്ഥലം വിട്ടു പോവുക നല്ലത്. കാലങ്ങളൊക്കെ ഗതികളൊക്കെ മാറി നല്ല കാലം വരുമ്പോൾ നമുക്കിനി എന്തെങ്കിലും ചെയ്യാം, അതുകൊണ്ട് വിട്ടോളൂ എന്ന് പറഞ്ഞു. ഒരക്ഷരം മിണ്ടാതെ ഇന്ദ്രൻ സ്ഥാനഭ്രഷ്ടനായി അവിടുന്ന് പോയി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പല കാര്യങ്ങളും ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. വിശ്വജിത്ത് യാഗത്തിൻ്റെ പ്രഭാവമാണ് മഹാബലി കാണിച്ചത്. എന്നാൽ അതിഥി ഉണ്ടല്ലോ, അതിഥിയുടെ മക്കളെ സ്ഥാനഭ്രഷ്ടരായപ്പോൾ ആ നല്ല അമ്മയ്ക്ക് മനസ്സിന് നല്ല വിഷമമുണ്ടായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞു. അപ്പോൾ അമ്മയുടെ മനസ്സ് വേദനിച്ച് ഭർത്താവിനോട് ചെന്ന് ചോദിച്ചു, ഞാൻ എന്താ വേണ്ടതെന്ന്. ഒരു വിഷമവും കണക്കാക്കണ്ട,
മഹാവിഷ്ണുവിനെ ആരാധിച്ചോളൂ, തപസ് ചെയ്തോളൂ. ഫാൽഗുന മാസത്തിൽ പാല് മാത്രം കഴിച്ച് നിലത്ത് കിടന്ന് 3 നേരം കുളിച്ച് ഒരു വ്രതമുണ്ട്, പയോവ്രതം, അത് അനുഷ്ഠിച്ചോളൂ. അപ്പുറത്ത് നടത്തിയത് വിശ്വജിത്ത് എന്ന് പറയുന്ന മഹായാഗമാണ്. അയ്യോ, അതിനുള്ള സന്നാഹങ്ങൾ എന്തൊക്കെയാ. ഇവിടെയോ ഒരാളും അറിയാതെ അതിഥി തൻ്റെ കുടുംബത്തിൽ, തൻ്റെ ഗൃഹത്തിൽ ഒരു മുറിയിൽ സാധാരണ ഒരു ചേലയും ധരിച്ച് അവിടെ പയോവ്രതം നിലത്ത് കിടന്ന് അനുഷ്ഠിച്ചു. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അതിഥി, നിൻ്റെ മനോവിഷമം എനിക്കറിയാം, അത് പരിഹരിക്കാൻ ഞാൻ തയ്യാറുമാണ്. അതിനുള്ള സമയം കാത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ നേരിടേണ്ടത് മഹാബലിയാണ്. മഹാബലി അതിശ്രേഷ്ഠനാണ്, ആരാധ്യനാണ്. ബ്രാഹ്മണരുടെ അനുഗ്രഹമുണ്ട്, ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ട് ഉത്തമനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ നേരിടാൻ സാധാരണക്കാർ നേരിടുന്ന പോലെ നേരിടാൻ പാടില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു വിധത്തിലുള്ള ശത്രുതയുമില്ല. അപ്പം അദ്ദേഹത്തിനെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഞാൻ പയോവ്രതത്താൽ സന്തുഷ്ടനാണ്, അതിഥിക്ക് മകനായി ഞാൻ ജനിച്ചു കളയാം, ഭർത്താവിനെ സമീപിച്ചോളൂ എന്നെ വിചാരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് പോയി വിവരം പറഞ്ഞ് ഗർഭവതിയായി, കുട്ടി ജനിച്ചു. ആ ജനിച്ച കുട്ടിയാണ് ആര്? വാമനൻ. എന്താ ഈ വാമനൻ? കുള്ളനാ, പൊക്കം വളരെ കുറവാണ്. ആ കുട്ടി അങ്ങോട്ട് ജനിച്ചപ്പോൾ തേജസ്വിയായിരിക്കുന്നൊരു കുട്ടി. എല്ലാവരും കൂടി ഒത്തുകൂടി വന്നു. ഓരോരുത്തർ ഓരോ സാധനങ്ങൾ കൊടുത്തു. ഒരാൾ പൂണോല്, ഒരാൾ അരയിൽ കെട്ടാനുള്ള പുല്ല്, ഓലക്കൊട, ദണ്ഡം, ജലപാത്രം, എന്തൊക്കെയാണ് കൊടുത്തത്? പലരും കൊടുത്തു. ഇതുപോലെ തന്നെയാണ് കൃഷ്ണന് ദ്വാരക കെട്ടാനായിട്ട് പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ പലരിൽ നിന്നും കിട്ടിയത്. നിങ്ങൾ വിചാരിക്കരുത് ശ്രീകൃഷ്ണൻ ചപ്പ് എന്ന് പറഞ്ഞ് ദ്വാരക കെട്ടിയെന്ന്. ശ്രീമദ് ഭാഗവതം എടുത്ത് വായിക്കൂ, ആരൊക്കെ എന്തൊക്കെയാണ് സമ്മാനിച്ചത്, സഹായിച്ചതെന്ന്. കടലിൻ്റെ ഉള്ളിലുള്ള മാളികയാണത്. അപ്പോൾ നല്ല ഒരു കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ എല്ലാ വിധത്തിലും ബാക്കിയുള്ളവരിൽ നിന്ന് ആനുകൂല്യം കിട്ടും. ഇന്നും നമ്മുടെ ഭാരതഭൂമിയിൽ ഒരു നല്ല കാര്യം നിങ്ങൾ ചെയ്യാൻ പുറപ്പെട്ടാൽ അതിനുള്ള സഹായം പല തുറകളിൽ നിന്നും നിങ്ങൾക്ക് വന്നു ചേരും. നമ്മൾ പൊതുവെ ദരിദ്ര രാജ്യമാണെന്നുള്ളത് ഇരുത്തോട്ടെ, എത്ര സൗജന്യ സ്ഥാപനങ്ങളാണ് മഹാഭാരതത്തിൽ, നമ്മുടെ ഭാരതഭൂമിയിൽ. അതെല്ലാം ഇവിടെയുള്ള ജനങ്ങൾ അവരുടെ കയ്യിലുള്ള ചെറുതും വലുതുമായ പങ്കാളിത്തങ്ങൾ പലതരത്തിലും കൊടുത്തിട്ടാണ്. അപ്പോൾ ശ്രീകൃഷ്ണന് പോലും ദ്വാരക കെട്ടാൻ പരസഹായം വേണ്ടി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടി പലതും കൊടുത്ത് വാമനൻ എന്ത് ചെയ്തു? പുറപ്പെട്ടു. ആ സമയത്ത് മഹാബലി ധാരാളം യാഗം ചെയ്യും, ദാനശീലനുമാണ്. മഹാബലിയുടെ ദാനം ഏറ്റവും വിശേഷപ്പെട്ടതാണ്. നമ്മൾ മഹാബലിയെ സ്മരിക്കുന്നത് ദാനചക്രവർത്തിയായിട്ടാണ്. ദാനചക്രവർത്തി. ദാനം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? കയ്യിലുള്ളത് ബാക്കിയുള്ളവരുടെ ഉപയോഗത്തിന് വേണ്ടി കൊടുക്കുക എന്നാണ്. അങ്ങനെ കൊടുക്കാൻ ഉണ്ടാവണമെങ്കിൽ തൻ്റെ കയ്യിൽ ധാരാളം വേണമല്ലോ. നിങ്ങൾ കുറേശ്ശെ ആയിട്ട് പരസഹായം ചെയ്തു തുടങ്ങൂ. നിങ്ങളുടെ കയ്യിൽ അതിനുള്ള വിഭവങ്ങൾ കൂടി വരും. പ്രകൃതിയും നമ്മുടെ പരബ്രഹ്മവും നിങ്ങളെ തേടിപ്പിടിച്ച് നിങ്ങളുടെ കൈകൾ ശക്തിപ്പെടുത്തും. എന്താ? കൊടുക്കണം എന്നുള്ള മനസ്ഥിതി അനവധി ആൾക്കാർക്ക് ഉണ്ടാവില്ല. ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്നവനെ സമ്പുഷ്ടനാക്കി നിർത്തേണ്ടത് ഭഗവാന്റെ ചുമതലയാണ്. പ്രകൃതിയുടെ സൂക്ഷ്മ നിയമങ്ങൾ അത് വേണ്ടതുപോലെ പരിരക്ഷിച്ച് നിർവഹിച്ചുകൊള്ളും. അപ്പം ദാനശീലനാണ് മഹാപ്രഭു. അപ്പോൾ യാഗം എന്ന് പറഞ്ഞാൽ യാഗം നടത്തുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം ദാനങ്ങളാണ്. വിലപിടിച്ച സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ആർക്കാർക്കെല്ലാം എന്തെന്തെല്ലാം വേണമോ അതെല്ലാം തയ്യാറാക്കി അവരെ വിളിച്ച് ദാ കൊണ്ടുപോകൂ, എനിക്ക് സന്തോഷം നിങ്ങളിത് ഉപയോഗിച്ചാൽ എന്ന് പറഞ്ഞ് മന്ത്രതന്ത്രങ്ങളോടുകൂടി കൊടുക്കുന്നതാണ് ദാനം. അപ്പം വെറുതെ ഇരിക്കില്ല മഹാബലി, ഇഷ്ടംപോലെ യാഗം ചെയ്യും. അപ്പം അശ്വമേധയാഗം നടത്തുകയാണ്. അശ്വമേധയാഗം നടത്തുന്നിടത്തേക്ക് പെട്ടെന്ന് കഴിയണമല്ലോ കാര്യങ്ങൾ. അപ്പം ആ കുട്ടി ഓലക്കൊടയും മെതിയടിയും പൂണോലും എല്ലാമായി അങ്ങോട്ട് പുറപ്പെട്ടു. അങ്ങനെ പുറപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ ചെറിയ കുട്ടിയാണല്ലോ, ചെറിയ കുട്ടി, ഒരു ബ്രഹ്മചാരി. പുറമേ നിന്ന് യാഗശാലയിൽ നിന്ന് എല്ലാവരും നോക്കി, ഇതെന്താ ഈ വരണത്?
സൂര്യൻ തന്നെ ഇറങ്ങി വരികയാണോ? ഏതെങ്കിലും പുതിയ നക്ഷത്രം ഇറങ്ങി വരികയാണോ എന്നിങ്ങനെ അതിശയപ്പെട്ട എല്ലാവരും നോക്കി നിന്നു. അദ്ദേഹം അകത്ത് കിടന്നപ്പോൾ എല്ലാവരും എണീറ്റ് നിന്നു. അത്ര ജാജ്വല്യമാനനായിരുന്നു ആര്? ഈ വടു, ഈ ബ്രഹ്മചാരി. അദ്ദേഹം വന്നുടനെ അദ്ദേഹത്തിൻ്റെ കാല് കഴുകിച്ച് മഹാബലി ഇരുത്തി നല്ലൊരാസനം കൊടുത്തു. അതിന് ശേഷമാണ് ചോദിച്ചത്, അല്ലേ വടോ, അങ്ങയെ കാണുമ്പോൾ എനിക്ക് വളരെയധികം ആദരവ് തോന്നുന്നു. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പലരുമായി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെയൊന്നുമല്ല അങ്ങയുടെ സാന്നിധ്യം ഇവിടെ. എന്തായാലും അങ്ങ് വന്നത് എന്തെങ്കിലും ഉദ്ദേശത്തിനായിരിക്കുമല്ലോ. എന്താ ഉദ്ദേശം ഒന്ന് പറയൂ. ഞാനും എൻ്റെ കയ്യിലുള്ളത് മുഴുവനും അങ്ങയുടെ പാദങ്ങളിൽ ഇതാ അർപ്പിക്കുന്നു. എന്ത് വേണമെങ്കിൽ അങ്ങയ്ക്ക് ചോദിക്കാം, ഞാൻ തരാൻ തയ്യാറാണ്. ഞാൻ വിശേഷപ്പെട്ട ഒരു ദാതാവാണ്. എനിക്ക് സമനായ ഒരു ദാതാവ് ഇതുവരെ 3 ലോകത്തിലുമില്ല. അങ്ങനെ കൊടുക്കാൻ ഉത്സാഹത്തോടു കൂടിയിരിക്കുന്ന ഒരു ചക്രവർത്തിയാണ് ഞാൻ. അതുകൊണ്ട് അങ്ങ് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. സ്വർണം വേണോ, കന്യകമാര വേണോ, ഭൂമി വേണോ, ആന വേണോ, കുതിര വേണോ, തേര് വേണോ, ധാരാളം പരിചാരകന്മാർ വേണോ, എന്ത് വേണോ ഒക്കെ ചോദിച്ചോളൂ, ഞാൻ ലോപമില്ലാതെ തരാം എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് ആ കുട്ടി, ആ ബ്രഹ്മചാരി മറുപടി പറയുക, അങ്ങയ്ക്ക് പലതും ഉണ്ടാവാം, അങ്ങ് എന്തും തരാൻ തയ്യാറുമാണ്. പക്ഷേ ഞാൻ ചെറിയ ഒരു ബ്രഹ്മചാരിയാണ്. എൻ്റെ ആവശ്യം വളരെ ചുരുക്കമാണ്. എന്താണത്? എനിക്ക് എൻ്റെ ഈ ചെറിയ കുഞ്ഞടി കൊണ്ട് 3 അടി മണ്ണളന്ന് ആ മണ്ണ് മാത്രമേ എനിക്ക് വേണ്ടൂ. മണ്ണിന് ബുദ്ധിമുട്ടില്ലല്ലോ, നമ്മളൊക്കെ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അതിൽ നിന്നൊരു 3 അടി മണ്ണ് കൊടുക്കാൻ ഒരു ചക്രവർത്തിക്ക് ഒരു വിഷമവുമില്ല. മഹാബലി ഒരു നിലയ്ക്ക് അത്ഭുതപ്പെട്ടു. ആ അത്ഭുതത്തിലേറെ മഹാബലിയുടെ മനസ്സിൽ ഒരു ധിക്കാരമുണ്ടായിരുന്നു. എന്താണ് ആ ധിക്കാരം? ഇത്രയും വലിയ ഒരു ചക്രവർത്തി, ദാനപ്രഭുവായി എല്ലാവർക്കും അറിയാം, ഈ ഒരു കൊച്ചുകുട്ടി എൻ്റെ അടുത്ത് വന്ന് 3 അടി മണ്ണാ ചോദിക്കും. അത് കേൾക്കുമ്പോൾ എനിക്ക് നാണാവുള്ളൂ. ഇത്ര നല്ല ഒരു ബ്രഹ്മചാരി ഞാൻ വന്നുടനെ സ്വീകരിച്ചു, ഇരുത്തി, കാല് കഴുകി. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോടുള്ള ഭക്തി അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അദ്ദേഹം ഈ 3 അടി മണ്ണിന് പകരം എന്തെങ്കിലും വലിയ വലിയ കാര്യങ്ങൾ ചോദിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറും സന്തോഷവുമാണല്ലോ. എന്നെപ്പോലെ ഒരു ചക്രവർത്തി 3 അടി മണ്ണ് കൊടുത്താൽ കാണുന്നവരും കേൾക്കുന്നവരും എന്തു പറയും? അപ്പോൾ വലിയ വിഷമായി. അപ്പോൾ വടുവിനോട് സംസാരിക്കാൻ തുടങ്ങി. അല്ലേ വടോ, ആലോചിക്കൂ, ഞാൻ മഹാബലി ചക്രവർത്തിയാണ് ഞാൻ. എൻ്റെ അടുത്ത് പലരും വരും, പലതും ചോദിക്കും. അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ് ചോദിക്കുക. എന്താ ഈ 3 അടി മണ്ണ് ചോദിക്കണത്? ചെറുതും വലുതുമായ ദ്വീപുകൾ കൊടുത്ത് ശീലമുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് ഇങ്ങനെ ചോദിക്കരുത്, കൂടുതൽ ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ സംസാരം നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ ശ്രീമദ് ഭാഗവതത്തെ പറ്റി 10-16 പുസ്തകങ്ങളായിട്ട് ചുരുക്കി സംക്ഷിപ്തമായി എഴുതിയിട്ടുണ്ട്. ഓരോ പുസ്തകത്തിനും ഓരോ പേര് കൊടുത്തിരിക്കുകയാണ്. അദൃശ്യശക്തി ദൃശ്യമാകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുള്ള 3ാമത്തെ പുസ്തകമാണിത്. ഇതിലാണ് മഹാബലിയുടെയും വാമനൻ്റെയും ചരിത്രം. നിങ്ങളെല്ലാവരും വായിച്ചു നോക്കി മനസ്സിലാക്കി നിങ്ങളുടെ കുട്ടികളെയും സൗകര്യം കിട്ടുമ്പോൾ ബാക്കിയുള്ളവരെയും പറഞ്ഞ് ധരിപ്പിക്കേണ്ടതാണ്. നമ്മളുടെ തിരുവോണത്തോടും നമ്മുടെ കേരള പ്രദേശത്തോടും പരശുരാമനോടുമെല്ലാം ഇഴുകിയ ബന്ധമുള്ള ഒരു ചരിത്രവിശേഷമാണ് ഈ വാമനനും മഹാബലിയും കൂടിയിട്ടുള്ളത്. അത് നിങ്ങളെല്ലാവരും ശരിക്കും മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളീയതയ്ക്ക് വേണ്ടത്ര മിഴിവ് നൽകാൻ അത്യാവശ്യമാണ്. അവിടുന്ന് അങ്ങോട്ട് ആ വടു തനിക്ക് സംസാരിക്കാനുള്ളത് സംസാരിക്കാൻ തുടങ്ങി. മഹാപ്രഭു, അങ്ങ് പറയുന്നത് ശരിയായിരിക്കാം, അങ്ങ് പറയുന്നത് ശരിയാണ്. പക്ഷേ ഞാനൊരു ബ്രഹ്മചാരിയാണ്, ചെറുപ്പമാണ്. എനിക്ക് എന്താണ് ആവശ്യം? ഒരാവശ്യവുമില്ല. മാത്രമല്ല ബുദ്ധിയുള്ള ആരും ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ആഗ്രഹിക്കുകയോ പ്രതീക്ഷിക്കുകയോ അരുത്. ആഗ്രഹം അല്ലെങ്കിൽ അത്യാർത്തി ഒരാൾക്കും ഭൂഷണമല്ല. അതുകൊണ്ട് എനിക്ക് ഈ 3 അടി മണ്ണേ വേണ്ടൂ, അതിൽ കൂടുതലൊന്നും വേണ്ട. പല കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും
പൃഥുചക്രവർത്തിയുടെ അടക്കം ഇവിടെ പ്രസിദ്ധമാണ്. അവരെല്ലാവരും ധാരാളം സ്വത്ത് കയ്യിൽ വെച്ച് കൂടുതൽ വേണം എന്ന് പ്രതീക്ഷിച്ച് തകരാറ് പിണഞ്ഞവരാണ്. അങ്ങനെയുള്ള ഒരു പിണക്കം എനിക്ക് ഉണ്ടാവരുത്. എനിക്ക് ചെറുതേ വേണ്ടൂ. എൻ്റെ കാലുകൊണ്ട് അളന്നെടുക്കാവുന്ന 3 അടി മണ്ണ് മാത്രമേ എനിക്ക് വേണ്ടൂ, അതിൽ കൂടുതൽ വേണ്ടാന്ന്. മഹാബലി പിന്നെയും സംസാരിച്ചു നിർബന്ധപൂർവം. തൻ്റെ പ്രഭുത്വം പ്രദർശിപ്പിച്ചുകൊണ്ട്, കുട്ടിയുടെ അജ്ഞത വെളിപ്പെടുത്തിക്കൊണ്ട്, ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് പലതും പറഞ്ഞിട്ടും വടു ലെവലേശം അനങ്ങിയില്ല. അപ്പോൾ പിന്നെ സമ്മതിക്കാതെ നിവൃത്തിയില്ല. എന്താ പറയുന്നതിൽ അർത്ഥവും പ്രസക്തിയുമുണ്ട്, അത് നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അവസാനം സമ്മതിച്ചിട്ട് എന്താ ഈ ദാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ഒരു സാധനം എടുത്തു ഇതാ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിങ്ങനെ കൊടുക്കണതാ. നമ്മുടെ സമ്പ്രദായത്തിൽ ദാനം അങ്ങനെയല്ല. 3 അടി മണ്ണാണ് ചോദിക്കുന്നത്. അതിന് ആധാരം എഴുതിയുണ്ടാക്കി രജിസ്റ്റർ ചെയ്തിട്ടൊന്നല്ല കൊടുക്കുക. ഞാനിത് തന്നു അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ സമയം മുതൽക്ക് ആ പൊരുൾ ആ ആളുടെ ആയി. അപ്പം അത് നമ്മുടെ രീതിയിൽ നടത്തുക എന്ന് പറഞ്ഞാൽ അതിന് ചില മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാമുണ്ട്. അപ്പം അതിനെന്താ തന്ത്രം? ആദ്യ വടുവിൻ്റെ കാല് കഴിയും. പാദപ്രക്ഷാളനം, ഇതാണ് മഹാത്മാക്കൾ നമ്മുടെ ഗൃഹത്തിൽ വന്നാൽ നമ്മൾ ചെയ്യുക. തല കുളിപ്പിക്കുകയല്ല, കാല് കുളിപ്പിക്കുക. തലയിൽ വെള്ളമൊഴിച്ചാൽ ജലദോഷം വരുമല്ലോ. അപ്പോൾ കാല് കഴുകുക. ഈ കാല് കഴുകുക നമ്മുടെ ക്ഷേത്രങ്ങളിൽ വിശേഷപ്പെട്ട ഒരു ചടങ്ങുണ്ട്. എന്ത്? കാല് കഴുകിച്ചു കൂട്ടുക ബ്രാഹ്മണർക്ക് എന്നാണ് പറയുക അവർ. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും പാപങ്ങളും ഒരു ക്ഷേത്രാങ്കണത്തിൽ നിന്ന് പോവാൻ കാല് കഴുകിച്ചു കൂട്ടുക എന്നൊരു ചടങ്ങുണ്ട് അവിടെ. അതിന് വലിയ അർത്ഥമാണ്. പലരും ഇന്നത്തെ നാഗരികതയിലും ആധുനികതയിലും പെട്ട് ഒരാളുടെ കാല് കഴുകുകയെന്ന്. കാലല്ല എൻ്റെ പിന്നെ എന്താ കഴുകുക? കാല് ചവിട്ടി വരുന്നതാ. അപ്പം അതിന് പൊടിയൊക്കെ ഉണ്ടാവും, ഒന്ന് കഴുകുക. നമ്മളൊരു കുടുംബത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ചെരുപ്പുണ്ടെങ്കിലും ചെരുപ്പ് ഊരി വെച്ച് കാല് കഴുകിയിട്ടേ അകത്തേക്ക് കിടക്കുള്ളൂ. അപ്പം നമ്മുടെ കാല് നമ്മൾ കഴുകിയോ അതോ ബാക്കിയുള്ളവർ കഴുകിയോ? കഴുകണതൊരാവശ്യമാണെന്നാണ്. ഒരു വിദേശീയൻ ഇവിടെ വന്ന് നോക്കിയിട്ട് പറയാണ്, ചെരുപ്പിട്ട് നടന്ന് ചെരുപ്പഴിച്ച് പുറത്തു വെച്ച് ഉള്ളിലേക്ക് വെറുംകാലോടുകൂടി കിടക്കുന്ന ചിട്ടയുണ്ടല്ലോ, ഇതാണ് അനവധി രോഗം ബാധിക്കാതെ ഇരിക്കാനുള്ളൊരു വഴി എന്ന് പറഞ്ഞ് വളരെ അനുമോദിച്ച് അഭിനന്ദിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പാദപ്രക്ഷാളനത്തിന് വിന്ധ്യാവലി വെള്ളം കൊണ്ടുവന്നു. ആ പാദം മന്ത്രതന്ത്രങ്ങളോടുകൂടി ശുക്രാചാര്യരുടെ അടുത്തുണ്ട്, എല്ലാം കൂടി കഴുകി ആ ജലമെടുത്ത് പ്രോക്ഷിച്ചു എല്ലാവരുടെ നിലയിലും. എനിക്ക് പറയാനുള്ളത്, മാനസികമായിട്ട് ഞാൻ ആ സന്ദർഭത്തിലേക്ക് ചെന്ന് മഹാബലി ചെയ്ത ഈ പുണ്യകർമ്മം മനസ്സിൽ ഓർമ്മ വെച്ചുകൊണ്ട് ആ പാദപ്രക്ഷാളനം, ആ വാമനൻ്റെ കാല് കഴുകിയ ആ പുണ്യ തീർത്ഥം എല്ലാവരുടെ തലയിലും ഇതാ തെളിക്കുക. നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാവണം, പവിത്ര ഹൃദയരാകണം. ആ പുണ്യാവസരം നിങ്ങളുടെ മനസ്സിൽ പ്രതിഫലിക്കണം. അതിൻ്റെ അനുഗ്രഹം എക്കാലത്തും നിങ്ങളുടെ കുടുംബത്തിനും വരും തലമുറകളിലും വാഴണം. അത് കഴിഞ്ഞ് കൊടുക്കാൻ അങ്ങോട്ട് പുറപ്പെടുമ്പോഴേക്കും ശുക്രാചാര്യർക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ചക്രവർത്തിയെ, അങ്ങ് ചെയ്യാൻ പുറപ്പെടുന്നത് വലിയ തെറ്റാണ്. ഈ വന്നിട്ടുള്ളത് മഹാവിഷ്ണുവാണ്. അദ്ദേഹം പ്രച്ഛന്നവേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങയുടെ കയ്യിലുള്ളത് മുഴുവൻ തട്ടിയെടുത്ത് ഇന്ദ്രന് കൊടുക്കാനുള്ള പുറപ്പാടാണ്. ഇത് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ വ്യക്തമായി കാണുന്നു. അതുകൊണ്ട് ഈ അബദ്ധത്തിന് പുറപ്പെടരുത്. വന്നത് കുട്ടിയാണ്, 3 അടി മണ്ണേ ചോദിക്കുന്നുള്ളൂ. അത് കൊടുക്കാൻ എന്താ വിഷമം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ആ വന്നത് മഹാവിഷ്ണുവാ, കപടവേഷത്തിൽ വന്നിരിക്കുകയാണ്, ചതിക്കാനാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അബദ്ധം ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ആചാര്യനും ശിഷ്യനുമായിട്ടാണ് ഈ സംവാദം. അങ്ങ് പറയണത് ശരിയായിരിക്കാം, പക്ഷേ എനിക്കൊരു വ്രതമുണ്ട്, ഒരു തത്വദീക്ഷയുണ്ട്. എന്താണ് ആ വ്രതം, തത്വദീക്ഷ? ഞാൻ വായ കൊണ്ടൊരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാതെ ഇരിക്കാൻ പറ്റില്ല. എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ, എത്ര ദ്വീപ് വേണമെങ്കിൽ ചോദിച്ചോളൂ, തരാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ്
വെറും 3 അടി മണ്ണേ ചോദിച്ചിട്ടുള്ളൂ. അത് ഞാൻ തരാമെന്ന് പറഞ്ഞാൽ ആ വാക്കിൽ നിന്ന് പിൻവലിയാൻ പറ്റില്ല. അങ്ങ് എന്ത് തന്നെ പറഞ്ഞാലും. അങ്ങയോട് എനിക്ക് ആദരവുണ്ട്, ബഹുമാനമുണ്ട്, കൂറുണ്ട്, അനുസരണശീലമുണ്ട്, ഒക്കെ ഉണ്ടെങ്കിലും സത്യത്തിൽ നിന്ന് ഞാൻ ലംഘനം അത് സമ്മതിക്കില്ല. ഈ ഭൂമി എപ്പോഴും പറയുന്ന പരാതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ എല്ലാം സഹിക്കാം, എന്ത് കുറ്റങ്ങളും പൊറുക്കാം, പക്ഷേ മനുഷ്യൻ സത്യം വിട്ട് പെരുമാറുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ശുക്രാചാര്യന് ദേഷ്യം വന്നു. ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലല്ലോ, ഐശ്വര്യമത്തനായി നിൻ്റെ കയ്യിൽ ഉണ്ട് എന്നുള്ള വിചാരമല്ലേ, കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ. വിനയത്തോടു കൂടി ചെയ്യേണ്ട കാര്യം ധിക്കാരത്തോടു കൂടി ഗർവോടു കൂടി ചെയ്യാൻ പുറപ്പെടുമ്പോൾ അതിൻ്റെ സർവ്വഗുണങ്ങളും ദോഷമായി മാറും. നീ എല്ലാം നശിച്ച് ദരിദ്രനാവട്ടെ എന്ന് ഒരു ശാപം കൊടുത്തു. അതിൻ്റെ ഇടയിൽ ശുക്രാചാര്യൻ പറയുകയാണ്, ഇത് കപടനാണ്, മഹാവിഷ്ണുവാണെന്ന്. അങ്ങനെ ഒരു കപടവേഷം ധരിച്ച് മഹാവിഷ്ണു ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ ചതിക്കാൻ ആ ചതി അനുവദനീയമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വന്ന ആളെ ശിക്ഷിക്കും. ഞങ്ങൾ തമ്മിൽ യുദ്ധം നടക്കും. ആ യുദ്ധത്തിൽ ഒരു പക്ഷേ ഞാൻ മരിച്ചിവിടെ കിടക്കാം, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ കൊന്ന് ആ വന്നവൻ്റെ ശവം ഇവിടെ കിടക്കുന്നവരെ പറയുന്നുണ്ട് മഹാബലി. നിങ്ങൾ ആലോചിക്കണം, ആ മഹാബലിയുടെ മനസ്സിലുള്ള ആ എന്താ ഞാൻ പറയുക, ആ ധിക്കാരം. എന്തു തന്നെ ഉണ്ടെങ്കിലും മനുഷ്യന് വിനയമാണ് ഭൂഷണം. പണമുണ്ടാവട്ടെ, അഴകുണ്ടാവട്ടെ, പ്രതാപമുണ്ടാവട്ടെ, ആൾസ്വാധീനമുണ്ടാകട്ടെ, ഈശ്വരാനുഗ്രഹമുണ്ടാകട്ടെ, ഇതൊന്നും നമ്മുടെ വിനയത്തെ അട്ടിമറിക്കാൻ പാടില്ല. ആ വിനയം എപ്പോഴും അവിടെ നിൽക്കണം, അതിനൊരു മാറ്റം വരാൻ പാടില്ല. അതില്ലാതെ സംസാരിച്ചു, ഇതാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ എത്ര ഒരു കോൺഫിഡൻസും ഒരു ഇതും ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. അതുതന്നെയാണ് ഈ വാമനൻ പോയത്. എന്താ അതിഥിയോട് പറഞ്ഞ്, അതിശ്രേഷ്ഠനാണ് മഹാബലി. ആ മഹാബലിയെ സമീപിക്കുന്നത് സാധാരണ നിലയ്ക്കൊന്നും പറ്റില്ല. അപ്പം അവിടെ ഒരു യാചകൻ്റെ രൂപത്തിലാണ് ആര് മഹാവിഷ്ണു പോയത്. ഒരു മഹാത്മാവിൻ്റെ അടുത്ത് യാചകൻ്റെ രൂപത്തിൽ പോയി കൊടുക്കുന്നതിൽ അഭിമാനമുള്ള മഹാബലിയുടെ അടുത്ത് തരൂ എന്ന് പറഞ്ഞ് യാചിച്ചു കൊണ്ടുപോയി മഹാവിഷ്ണു. ആ സമീപനം വലിയ സമീപനമാണ്. നമ്മൾക്ക് അയൽരാജ്യങ്ങളുണ്ട്, അവർ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നവരാണ്. അവരെയൊക്കെ സമീപിക്കാൻ ഓരോരോ പ്രത്യേക വേഷം ധരിക്കേണ്ടി വരും നമുക്ക്. മഹാവിഷ്ണു വാമനായി മഹാബലിൻ്റെ അടുത്ത് പോയത് വലിയൊരു പാഠമാണ്. ഏത് രാജ്യത്തോടെ എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറിയാലാണ് നമുക്ക് നമ്മുടെ കാര്യം നടക്കുക, സത്യവും ധർമ്മവും പുലർത്തപ്പെടുക എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം. ബുദ്ധിയില്ലാതെ പ്രവർത്തിക്കാൻ പറ്റില്ല. അങ്ങനെ ഇത്രയും ആയപ്പോൾ വിന്ധ്യാവലി കുളത്തിൽ വെള്ളം കൊണ്ടുവന്ന് ആ ദാനം കൊടുക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്ത് കഴിയെല്ലാം മന്ത്രം തന്ത്രമായി. ആ സമയത്താണ് ഈ വന്ന കുട്ടി അങ്ങോട്ട് വികസിക്കാൻ തുടങ്ങി. വണ്ണം കൊണ്ടും വിസ്താരം കൊണ്ടും ഉയരം കൊണ്ടും കാണെ പെരുകി രണ്ട് ഭാഗത്തും മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത്രയും വലിയ ഒരു ബൃഹദ് രൂപം. അതനുസരിച്ച് കാലടിയും വിസ്താരപ്പെട്ടു. ഒരടി കൊണ്ട് ഭൂമി മുഴുവൻ അളന്നു. പിന്നെ ഒരു അടി കൊണ്ടല്ല, നമ്മുടെ ശരീരം കൊണ്ടും കൈകാല് കൊണ്ടും കണ്ടും നഭസ്സിനെയും അളന്നു. രണ്ടാമത്തെ അടിയും വെച്ചു. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ മാറി. മൂന്നാമത്തെ അടി എവിടെയെന്ന് ചോദിച്ചു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഞാൻ പറയുമ്പോൾ? മൂന്നാമത്തെ അടി ഞാൻ ഇനി എവിടെയാണ് വയ്ക്കുകയെന്ന്. അപ്പം അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞ വാക്ക് ഒരിക്കലും അസത്യമാവാൻ പാടില്ല. ഞാൻ ആ വാക്കിൽ പിടിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് മൂന്നാമത്തെ അടിക്ക് സ്ഥലമില്ല എന്ന് വിചാരിക്കരുത്. ഇതാ എൻ്റെ ശിരസ്സിൽ അളന്നോളൂ എന്ന് പറഞ്ഞ് ശിരസ് കാണിച്ചു കൊടുത്തു. ഇതിൽ എത്രത്തോളം പ്രസക്തി ഉണ്ടെന്ന് നിങ്ങൾ പറയും. ഭൂമിയും അന്തരീക്ഷവും സ്വർഗവും എല്ലാം അളന്നു കഴിഞ്ഞു. അതിൽ പെട്ടില്ലേ മഹാബലിയുടെ ശരീരവും ശിരസ്സും? പിന്നെ ഒരു ശിരസ്സിൽ കാലടി വെച്ച് അളക്കാൻ പറ്റുമോ? പറ്റില്ല. എന്നാലും മഹാബലി വിട്ടില്ല. എൻ്റെ വാക്ക് കരിങ്കല്ലിനേക്കാൾ ഉറച്ചതാണ്. അതുകൊണ്ട് ആ വാക്ക് പരിപാലിക്കും, അതിൽ നിന്ന് ഞാൻ മടങ്ങില്ല എന്ന് പറഞ്ഞു.
ഇത്രയും ആയപ്പോൾ മനസ്സിലായി ഈ വന്ന ആൾ എന്തിനാ വന്നിരിക്കണത് എന്നൊക്കെ. അപ്പോൾ മഹാബലിയുടെ സേനയും കീനിയും എല്ലാവരും കൂടി വന്ന് അവർ ബഹളത്തിന് പുറപ്പെട്ടെല്ലാം ചെയ്തപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ദേവസേനയും അവിടെ എത്തി. അതും കൂടി കശപിശയൊക്കെ ആയി. മഹാബലി പറഞ്ഞു, മിണ്ടരുത്, എല്ലാവരും മടങ്ങിപ്പോണം, ഇവിടെ യുദ്ധം ചെയ്യാനുള്ള രംഗമല്ല, നമുക്ക് പറ്റിയ സമയവുമല്ല അത്. അപ്പോൾ എല്ലാവരും പോയി. ഗരുഡൻ വന്നു, മഹാബലിയെ പിടിച്ച് ബന്ധിച്ചു, അവിടെ ഇരുത്തി ആ ബന്ധനത്തിലിരിക്കുക. അപ്പോഴേക്കും എല്ലാവരും കൂടി ഓടി വന്നു. ആരാ പ്രധാനമായിട്ട് വരാനുള്ളത്? പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ പിതാമഹനാണ്, പൂർവികനാണ്. പ്രഹ്ലാദൻ ആ കുട്ടി മഹാവിഷ്ണുവിൻ്റെ മുൻപിൽ വന്നാൽ പിന്നെ മഹാവിഷ്ണുവിൻ്റെ മനസ്സ് താമരപ്പൂ പോലെയാവും. പ്രഹ്ലാദൻ അവിടെ വന്ന് മഹാവിഷ്ണുവിനോട് സംസാരിക്കണം. ഞാനിതൊക്കെ ഒന്ന് വിശദമായി നിങ്ങളെ കേൾപ്പിക്കണമെന്നുണ്ട്, അതിന് നമുക്കിപ്പോൾ സമയമില്ല. ആ ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ തന്നെ ചൊല്ലി നിങ്ങളെ ധരിപ്പിക്കണം എന്നുണ്ട് എനിക്ക്. ആ പ്രഹ്ലാദൻ വന്നിട്ട് പറയാണ്, മഹാപ്രഭോ മഹാപ്രഭോ, അങ്ങ് കൊടുത്ത സ്വർഗം അങ്ങ് തന്നെ ഇതാ അപഹരിക്കുന്നു. ഞങ്ങൾ അസുരന്മാരാണ്, ഞങ്ങളുടെ കയ്യിൽ സ്വത്തും സ്വാതന്ത്ര്യവും ഒരിക്കലും നന്നാവാറില്ല. കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ ബാക്കിയെല്ലാം മറന്ന് ആ സ്വത്തിൻ്റെ പേരിൽ ഉന്മത്തരാവുന്നവരാണ് ഈ അസുരന്മാർ. അതുകൊണ്ട് ഐശ്വര്യം അസുരന്മാർക്ക് ചേർന്നതല്ല. അത് കയ്യിൽ വയ്ക്കണമെങ്കിൽ ബാക്കി നല്ല മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ വേണം. അതുകൊണ്ട് അങ്ങ് ഏറ്റവും നല്ല കാര്യം ചെയ്തു, വളരെ നന്നായി, വളരെ നന്നായി എന്ന് പറയും. ബ്രഹ്മാവ് വന്നു. ഒരിക്കലും മഹാബലി ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെ ഒരു കൈകാര്യം ചെയ്യൽ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തു, വിലക്കിയെന്ന് തന്നെ പറയാം. അങ്ങനെ അങ്ങോട്ട് ഇരിക്കുമ്പോഴാണ് മഹാവിഷ്ണു പറയുന്നത്, ശരി, പ്രഹ്ലാദനെ കണ്ടതോടുകൂടി ആ മനസ്സൊക്കെ അങ്ങോട്ട് മാറി ഉരുകി തുടങ്ങി. അദ്ദേഹം പറയുകയാണ്, മഹാബലി വളരെ ഉത്തമനാണ്, എന്നാലും ആ ഉള്ളിലുണ്ടായിരുന്ന ഒരു അഹങ്കാരമുണ്ടല്ലോ, എനിക്കുണ്ട് ഞാൻ കൊടുക്കും, എനിക്കുണ്ട് ഞാൻ കൊടുക്കും. ഇന്നൊരു തട്ടി തള്ളി പുറത്തേക്ക് പോകേണ്ട ആവശ്യം എന്താ? എല്ലാവരും ഇരിക്കുന്നിടത്തിരുന്നോട്ടെ, നമ്മളെല്ലാവരും കൂടി കൂട്ടായി വാഴുന്നതല്ലേ നമുക്ക് ആവശ്യം. തൻ്റെ വാഴ്ചയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ വാഴ്ചയെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള വിചാരം സ്വനാശകമാണ്, സ്വനാശകമാണ്, സ്വയം നശിപ്പിക്കുന്നതാണ്. അപ്പോൾ ശരി, വളരെ സന്തോഷം, വളരെ സന്തോഷം എന്ന് പറഞ്ഞ് ഞാനൊരു കാര്യം ചെയ്യാം. സുതലം എന്ന് പറഞ്ഞ് ഒരു സ്ഥലമുണ്ട്. ആ സുതലത്തിലേക്ക് ദേവന്മാർ പോലും അവിടെ പോയി വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇതുവരെ അവിടെ ആരും ചെന്നിട്ടില്ല. ആ സുതലത്തിലേക്ക് പേരക്കുട്ടിയോടുകൂടി പ്രഹ്ലാദ പൊക്കോളൂ, നിങ്ങൾ അവിടെ സുഖമായി വാഴൂ, കാലാന്തരത്തിൽ ഇന്ദ്രപദവി ഈ മഹാബലിക്ക് കിട്ടും, ഞാൻ കൊടുക്കും, അതുവരെ നിങ്ങൾ സുതലത്തിൽ താമസിക്കും. ആ സുതലത്തിൽ ഞാൻ സുദർശനവും കൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ കാവൽക്കാരനായി ഇതേവരെ കൂടാം. ഇന്നും മഹാവിഷ്ണു അവിടെയാണ്. എവിടെ? സുതലത്തിൽ. മഹാബലി അവിടെ വാണുകൊണ്ടിരിക്കുക, പ്രഹ്ലാദനും ഉണ്ട് കൂടെ. ആ വാഴ്ചയ്ക്ക് ഒരു വിഘ്നവും വരരുത്, ഒരു തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് സുദർശനത്തോടു കൂടി കാവലിരിക്കുകയാണ് ആര്? മഹാവിഷ്ണു. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഇതാണ്. ശ്രീമദ് ഭാഗവതം നമ്മളെ നന്നായി ധരിപ്പിക്കുന്നത്. ആ ശ്രീമദ് ഭാഗവതത്തിൻ്റെ സുവർണ ലിപികളിൽ എഴുതിയിട്ടുള്ള ചരിത്രത്തിൻ്റെ ചുരുക്കം അവതരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. വളരെ ചുരുക്കം അവതരണം. എത്ര വിശേഷപ്പെട്ട ഭാഷയിൽ നല്ല ചോദ്യോത്തരങ്ങളോടുകൂടി മഹാബലിയും ആ വടുവും തമ്മിലുള്ള സംവാദമുണ്ടല്ലോ. മനുഷ്യൻ്റെ മനസ്സിന് അത്യാർത്തി നല്ലതല്ല. ആവശ്യത്തിന് എന്തുമായിക്കോട്ടെ, ആവശ്യത്തിലധികം ഒരു പൊട്ടുപോലും വേണ്ട. അത്യാർത്തി ബാക്കി എല്ലാറ്റിനെയും കെടുക്കും. മനുഷ്യന് സുഖത്തിനും സന്തോഷത്തിനും ഹാനി അത്യാർത്തി കൊണ്ടാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തുക, ഇതാണ് നമുക്ക് ആവശ്യം. ഏറ്റവും വലിയ പണക്കാരനായാലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം. എളിമയിലുള്ളവനായാലും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ രണ്ടാരുടെയും തൃപ്തി സമമാണ്. ഞാൻ എപ്പോഴും ചോദിക്കും, എന്ത്, ഒരു പാവം കുടുംബത്തിൽ ഒരു 500 രൂപ ചിലവാക്കി കാണാൻ നല്ല ഒരു പെൺകുട്ടി
നല്ല ഒരു വരനെയും കിട്ടിയിട്ടുണ്ട്, കല്യാണം നടത്തുക. ഒരു 50 ആൾ അവിടെ വന്നിട്ടുണ്ട്. അതേസമയം പണക്കാരൻ്റെ കുടുംബത്തിൽ 5 കോടി ഉറുപ്പിക ചിലവാക്കി അത്ര വലിയ അഴകില്ലാത്ത ഒരു കുട്ടിയെ ഏതോ ഒരാളെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. ഈ 2 കല്യാണവും ഒരേ സമയത്ത് നടക്കുകയാണ്. നിങ്ങൾ എന്നോട് പറയൂ, തൻ്റെ പെൺകുട്ടിയെ തനിക്ക് പറ്റിയ ഒരു വരനെ കിട്ടി കല്യാണം കഴിച്ചു കൊടുക്കണു, ആ അമ്മയുടെ മനസ്സിലുള്ള കൃതാർത്ഥതയും സന്തോഷവും, പണക്കാരത്തി അമ്മയുടെ മനസ്സിലുള്ള കൃതാർത്ഥതയും സന്തോഷവും എന്തെങ്കിലും ഒരു പൊട്ട് പോലും മാറ്റമുണ്ടോ എന്ന് നിങ്ങൾ പറയും. ഈ ആഡംബരങ്ങൾക്കെല്ലാമുള്ള സ്ഥാനം പുറത്താണ്, പുറത്താണ്, പുറത്താണ്. അവ സ്ഥൂലമാണ്. സന്തോഷം എന്ന് പറയുന്നത് മനസ്സിലുണ്ടാകുന്ന ഭാവതൃപ്തിയാണ്. ഈ പുറം വസ്തുക്കളൊന്നും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്ഥലത്തിലേക്ക് കിടക്കാൻ പോകുന്നില്ല, ഒക്കെ പുറത്ത് നിൽക്കുകയുള്ളൂ. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി പുറത്താണ് കിടക്കുക, അമ്മയുടെ ഉള്ളിലേക്ക് പോകാൻ പോകുന്നില്ല. അപ്പം മനസ്സിൻ്റെ തൃപ്തിയെ അളക്കുന്നത് എന്താ? എനിക്ക് പറ്റിയ ഒരു എൻ്റെ തോതിനും സാധ്യതയ്ക്കും പറ്റിയ തരത്തിൽ ഒരു വരനെ കിട്ടി, ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ 5000 ഉറുപ്പിക ചിലവാക്കി കല്യാണം കഴിക്കണം. അവിടെ 5 കോടി ആയിക്കോട്ടെ, നമുക്കെന്ത് വേണം? ഞാൻ ഈ 5000 കൊണ്ട് തൃപ്തയാണ്. മറ്റവരും അതുകൊണ്ട് തൃപ്തി ഉണ്ടായിട്ട് വേണം. 2 പേരുടെയും തൃപ്തി മനസ്സിൻ്റെ നിർമ്മാണമാണ്, മനസ്സിൻ്റെ രചനയാണ്, മനസ്സിൻ്റെ വൈഭവമാണ്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം, വളരെ നല്ല പോലെ ഗ്രഹിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ആ വടുവും മഹാബലിയും കൂടി സംസാരിച്ച ഭാഗം എത്ര വിശേഷപ്പെട്ടതാണ്. മനുഷ്യ മനസ്സിനെ ധന്യമാക്കാനും അലങ്കരിക്കാനും പൂർണ്ണത നൽകാനും നിങ്ങൾ വായിച്ചു നോക്കൂ. മഹാവിഷ്ണുവിൻ്റെ ആത്മാർത്ഥത, താൻ കൊടുക്കാം എന്ന് പറഞ്ഞത് കൊടുക്കാതെ ഇരിക്കാൻ സ്വന്തം ഗുരു പറഞ്ഞിട്ട് പോലും സാധിച്ചില്ല. എന്നിട്ട് എല്ലാവരെയും പറഞ്ഞയച്ച് ശുക്രാചാര്യനോട് പറഞ്ഞു, ഈ കർമ്മത്തിന് വിഘ്നം വന്നിട്ടുണ്ടല്ലോ, അശ്വമേധയാഗത്തിന്, ആ വിഘ്നങ്ങളെയെല്ലാം ശാസ്ത്രീയമായി പരിഹരിക്കൂ, അത് മുഴുവനാക്കിക്കൊള്ളൂ. ശുക്രാചാര്യൻ പറഞ്ഞു, വിഘ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും മഹാപ്രഭോ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് സർവ്വവിഘ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. എന്നാലും അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ഔപചാരികമായി മന്ത്രതന്ത്രങ്ങളോടുകൂടി വിഘ്നപരിഹാരങ്ങൾ നടത്താമെന്ന് പറഞ്ഞ് അതും മുഴുവനാക്കി. ഇങ്ങനെയാണ് ഈ അവതരണം അവസാനിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ടതാണ്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഈ മഹാബലിയെ ചവിട്ടിത്താർത്തി മഹാവിഷ്ണു എന്നുള്ള ഒരു അപഖ്യാതി എങ്ങനെയാണ് ഇത് ഉടലെടുത്തത്, ആരാണ് പ്രചരിപ്പിച്ചത്, ഈ പ്രചരണത്തെ പരിശോധിക്കാതെ ഇരിക്കാനുള്ള കാരണമെന്ത്, ഇന്നും അതെങ്ങനെ നടക്കണു, ഇത് വലിയൊരു മഹാപാപ വിഷയമാണ്. അത് നമ്മൾ കഴുകിക്കളഞ്ഞ് ഇതിൻ്റെ ശരിയായ സത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് മഹാബലിയെപ്പോലെ ആവണം നമ്മളെല്ലാവരും എന്നാണ് ഞാൻ പറയുന്നത്. അത്ര വിശേഷപ്പെട്ട ഒരു അവതാരമാണ്. പക്ഷെ എന്താ, ഒരു ചെറിയ ദോഷമുണ്ടായിരുന്നു, അഹങ്കാരം, ഗർവ്, തൻ്റെ കയ്യിലുണ്ട്, താൻ കൊടുക്കുന്നു. അതുമാത്രം നീക്കിക്കൊടുത്ത് നല്ല സമ്മാനവും കൊടുത്തയക്കുക. മഹാവിഷ്ണുവിൻ്റെ കാലെടുത്ത്, വാമനൻ്റെ കാലെടുത്ത് മഹാബലിയുടെ ശിരസിൽ വെച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യവും വന്നില്ല. അതിനല്ലല്ലോ അവിടെ പോയത് മഹാബലിയുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ദോഷാംശം നീക്കി മഹാബലിയെ സത്വമൂർത്തിയാക്കി അദ്ദേഹത്തിന് അർഹിക്കുന്ന സമ്മാനം, സ്ഥാനം കൊടുത്തു പോരാനാണ് വന്നത്. യാഗത്തിൻ്റെ ഉദ്ദേശത്താണല്ലോ. ആ കാര്യം നിർവഹിച്ചു ഇതിലെന്താണ് ഇവിടെ തകരാറായിട്ടുള്ളത്? മഹാബലിക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? വാമനൻ എന്തെങ്കിലും തെറ്റ് ചെയ്തുവോ? എവിടെയാണ് ഇവിടെ പെശക്? ശുക്രാചാര്യനടക്കം പറയണു, അങ്ങയുടെ സാന്നിധ്യത്തിൽ എന്ത് തെറ്റ് സംഭവിച്ചാലും അതെല്ലാം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു, എന്നാലും ഞാൻ അങ്ങ് പറയണതനുസരിച്ച് കർമ്മവിധികളോടുകൂടി അത് പരിഹരിക്കാമെന്ന് പറയണു. അപ്പോൾ ശപിച്ച ശുക്രാചാര്യന് പോലും ഇവിടെ ഒന്നും പറയാനില്ല, എന്നിട്ടാണോ കേരളീയരായ നമുക്ക് പറയാനുള്ളത്? അപ്പം ഞാൻ എപ്പോഴും പറയും, പല വിധത്തിലുള്ള ഐതിഹ്യങ്ങളും കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഐതിഹ്യങ്ങളിൽ എന്തെങ്കിലും ഈ പല കൂടുകളുണ്ടാവുമല്ലോ, കോബ് വെബ്സ്, അതേമാതിരി പലതും വന്നു ചേരാം. അതിനെ കാലോചിതമായി ധർമ്മചിന്തകന്മാർ പരിശോധിച്ച് നോക്കി എന്തെല്ലാം തെറ്റും കുറവും കലർപ്പുമുണ്ടോ
അതെല്ലാം കണ്ടുപിടിച്ച് പരിഹരിച്ച് നമ്മുടെ ഐതിഹ്യങ്ങളെയും സംസ്കാരങ്ങളെയും ഹീനതയില്ലാതെ തെറ്റില്ലാതെ നിലനിർത്തേണ്ട സാമാജിക ഭദ്രത ചുമതല നമുക്കുണ്ട്. ആ ചുമതലയിൽ വീഴ്ച വന്നാൽ എല്ലാ തകരാറുകളും ഉണ്ടാവും. ഇപ്പം നമ്മുടെ ക്ഷേത്രത്തിൽ പല വിധത്തിലുള്ള സ്വത്തുകളും ഭണ്ഡാരങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിക്ഷേപങ്ങളുണ്ട്. നിങ്ങൾ എന്നോടൊന്ന് പറയൂ, എന്ത് നിക്ഷേപത്തിൻ്റെയും ഉദ്ദേശം എന്താ? നമ്മുടെ പൂർവികന്മാരുടെ കയ്യിൽ ധാരാളം കാശുള്ളപ്പോൾ അത് സ്വർണ്ണ നാണയങ്ങളാക്കി ഒരു പെട്ടിയിലുണ്ടാക്കി അവർ വീട്ടിലോ എവിടെയെങ്കിലും കുഴിച്ചിട്ടു. എന്താ അവരുടെ ഉദ്ദേശം? അവരുടെ കയ്യിൽ കൂടുതലുണ്ടായിരുന്നു, അപ്പോൾ അത് സൂക്ഷിച്ച് അവിടെ വച്ചു, പിൻഗാമികൾക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ്. ആ നിക്ഷേപിച്ചത് അനുചരന്മാർ അവരുടെ പിൻഗാമികൾ കണ്ടുപിടുത്ത് തുറന്ന് ഉപയോഗിക്കുന്നതിൽ എന്താ തെറ്റ്? എന്ത് നിക്ഷേപവും പിൽക്കാലത്ത് തുറന്ന് ഉപയോഗിക്കാനുള്ളതാണ്. ഈ നിക്ഷേപങ്ങളൊക്കെ ഭഗവാന് നൽകുന്ന സമർപ്പണങ്ങളാണ്. ആ സമർപ്പണങ്ങളൊക്കെ എന്തെങ്കിലും പ്രതിഫലം ഉദ്ദേശിച്ചാണ് ഭക്തന്മാർ നൽകുന്നത്. പ്രതിഫലം എന്താ? പ്രതിഫലം അനുഗ്രഹം. ഞങ്ങൾക്ക് ഇന്നത് വേണം, ഇന്നത് വേണം, ഇന്നത് വേണം. അങ്ങനെ ഓരോരുത്തർ ആവശ്യപ്പെട്ടതും ആ മൂർത്തി കൊടുക്കും തോറും തൻ്റെ ആ തേജസ് കുറഞ്ഞാണ് വരണത്. അപ്പോൾ ഭക്തജനങ്ങളുടെ വഴിപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിൻ്റെ അനുഗ്രഹ തേജസ് കുറയുക എന്നാണ് അർത്ഥം. ഞാനിത് എത്ര തവണ പറയണം? അപ്പം നിക്ഷേപം വന്നിട്ടുള്ളതൊന്നും മൂർത്തിക്ക് വേണ്ടി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. മൂർത്തിക്ക് അതിന് ആവശ്യമില്ല. മനുഷ്യരെ അവരവരുടെ തൃപ്തിക്ക് വേണ്ടി കൊടുക്കണു. അവരുദ്ദേശിക്കുന്ന പ്രതിഫലം അതിന് കിട്ടി, അവർ കൃതാർത്ഥരായി പോണു. ഇവിടെയുള്ളതൊക്കെ ക്ഷേത്രം ഭരിക്കുന്നവർ വേണ്ടതുപോലെ കൈകാര്യം ചെയ്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനാണ്. ഭക്തന്മാർ നൽകിയ നിക്ഷേപം കേൾക്കണം നിങ്ങൾ നല്ല പോലെ. ഭക്തന്മാർ നൽകിയിട്ടുള്ള എന്ത് വഴിപാടും ഭഗവാന്റെ തേജസ്സിനും പുഷ്ടിക്കും വേണ്ടിയാണെന്നുള്ള വ്യാഖ്യാനം ഒരിക്കലും ശരിയല്ല. ഒരിക്കലും ശരിയല്ല. ശാസ്ത്രങ്ങളെടുത്ത് നോക്കൂ, ഭാഗവതം എടുത്ത് വായിക്കൂ, എന്നിട്ട് മനസ്സിലാക്കിയിട്ട് പറയൂ. അപ്പോൾ ഇതൊക്കെ എന്താ തെറ്റിദ്ധാരണ? ആ തെറ്റിദ്ധാരണയുടെ മൂർത്തിമത് ഭാവമാണ് നമ്മുടെ ഈ തിരുവോണത്തിനെ ഇങ്ങനെ ഘടിപ്പിച്ചു കൊണ്ടുവരുന്നത്. ഈ തെറ്റിൽ നിന്നും ഈ പാപത്തിൽ നിന്നും നാം സ്വയം മോചിതരായി തിരുവോണാഘോഷം ഭംഗിയായി നടക്കണം. പക്ഷേ ആ തിരുവോണത്തിൽ മഹാവിഷ്ണുവിനെയും വാമനനെയും ഒരു കുറ്റം ചാർത്തുന്ന സമ്പ്രദായം മാറ്റി വാമനൻ ഏറ്റവും നല്ല കാര്യം ചെയ്തു. മഹാബലിയും പ്രഹ്ലാദനും ആവശ്യപ്പെടുന്നത് അത് ചെയ്തു. അങ്ങനെ മഹാബലിയെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹമാണ് ഈ തിരുവോണം. മഹാബലിക്ക് ഇങ്ങനെയുള്ളൊരു സ്ഥാനം കിട്ടിയതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കും. പൂക്കളിട്ട് നാം ആദരിച്ച് സ്മരിക്കുകയാണ്. ഇങ്ങനെയുള്ള ശുഭപര്യസ്ഥാനം എവിടെയാണ് ഉണ്ടാവുക? എത്ര വിശേഷപ്പെട്ടത്! മഹാബലിയെ നേരിടുന്നത് ശത്രുവായിട്ട് നേരിടാൻ പാടില്ല. അദ്ദേഹം ഉത്കൃഷ്ടനാണ്, ശ്രേഷ്ഠനാണ്. അദ്ദേഹത്തിനെ സമീപിക്കാൻ ഒരു യാചകൻ്റെ വേഷത്തിൽ മഹാവിഷ്ണു പോയി, ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ എന്ന് പറഞ്ഞപ്പോൾ എന്താണതിൻ്റെ അർത്ഥം, പ്രസക്തി നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കൂ. നമുക്ക് വേണ്ട ബലവും ശക്തിയും നമ്മുടെ ഉള്ളിൽ നിന്നാണ് കിട്ടുക. അപ്പോൾ ഭയപ്പെടാതെ കുലുങ്ങാതെ പതറാതെ ഈശ്വരനെ സ്മരിച്ചും ഈശ്വരീയ മന്ത്രങ്ങൾ ജപിച്ചും ആത്മബലത്തോടുകൂടി നിങ്ങളെല്ലാവരും ഇരിക്കണം. നമ്മളാരും ജനിച്ചത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല. ഒരാൾക്കും ഞാൻ ജനിച്ചു എന്നുള്ള അനുഭവമില്ല. മറ്റുള്ളവർ ജനിക്കുന്നത് കണ്ടിട്ടാണ് ഞാനും ജനിച്ചിട്ടുണ്ടാവും എന്ന് അനുമാന രൂപത്തിൽ നമ്മൾ പറയുന്നത്. അല്ലാതെ നമ്മുടെ ജന്മം, ദേഹത്തിൻ്റെ ജന്മം നമുക്കറിയില്ല. ഒരാളും ഇവിടെ മരിച്ച അനുഭവം ആ ആൾക്കില്ല. നമ്മൾ ബാക്കിയുള്ളവരാണ് പറയണത് ഇന്ന ആൾ മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞാലാവോ? ആ ആൾ മരിച്ചു എന്ന് സ്വയം പറയട്ടെ? അത് പറയാൻ പറ്റില്ല. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ജനനവും മരണവുമില്ലാത്തവരാണ്. ജന്മാനുഭവം നമുക്കില്ല, മരണാനുഭവം ഉണ്ടാവില്ല. സമയത്തിൻ്റെ പോക്കിൽ ഒരു സമയത്ത് നമ്മുടെ ശരീരം ജനിച്ചു, ഇനിയൊരു സമയത്ത് നമ്മുടെ ശരീരം വീഴും. അത് ശരീരധർമ്മം അതിൻ്റെ പോലെ നടന്നോട്ടെ. നമ്മൾ ശരീരമല്ലാത്ത ദേഹി എന്ന് പറയുന്ന ആത്മാവാണ്. അതാണ് ഞാൻ എന്ന വാക്കുകൊണ്ട് നാം സൂചിപ്പിക്കുന്നത്. ഞാൻ ഒന്നേ ഉള്ളൂ. ബുദ്ധി എൻ്റെയാണ്, അഹങ്കാരം എൻ്റെയാണ്, മനസ്സെൻ്റെയാണ്, ശരീരം എൻ്റെയാണ്,
വീടെൻ്റെയാണ്, കുടുംബം എൻ്റെയാണ്, കാർ എൻ്റെയാണ്, എല്ലാം എൻ്റെയാണ്. എൻ്റെ അനവധിയുണ്ട്, ഞാൻ ഒന്നേ ഉള്ളൂ. ആ ഞാൻ ജനനവും മരണവുമില്ലാതെ എല്ലാറ്റിനും സാക്ഷിയായി എല്ലാറ്റിനെയും ഈ വിശ്വത്തെ മുഴുവൻ, വിശ്വപ്പടർപ്പിനെ മുഴുവൻ നാം കാണുന്നു. എവിടെ കാണുന്നു എന്ന് പറയൂ കൂട്ടരെ. നിങ്ങൾ കാണുന്നത് 1 മില്ലിമീറ്റർ കണ്ണിൽ നിന്ന് ദൂരെയാണോ കാണുന്നത്? പുറത്ത് എല്ലാറ്റിനെയും കണ്ടനുഭവിക്കുന്നത് ശരീരത്തിൻ്റെ ഉള്ളിലല്ലേ? ആ വിശ്വപ്പടർപ്പിനെ മുഴുവനും നമ്മുടെ മനസ്സ് പ്രതിഫലിപ്പിച്ച് കാണിച്ചു തരുന്നു എന്നുണ്ടെങ്കിൽ ആ മനസ്സ് എത്ര ബൃഹത്താണ് എന്ന് ആലോചിച്ച് നോക്കൂ. ആ മനസ്സ് ആത്മാവിൻ്റെ സ്ഫുരണമാണ്. ആ ആത്മാവാണ് എല്ലാറ്റിനേക്കാളും മികച്ചത്. അങ്ങനെ മികച്ച ആത്മാവിൻ്റെ ആ സാന്നിധ്യമാണ് നമ്മുടെ ശരീരത്തെ ഉജ്ജീവിപ്പിച്ച് പ്രവർത്തിപ്പിക്കുന്നത്. അതിൽ നിന്ന് എത്ര വേണമെങ്കിലും വീര്യവും പരാക്രമവും നിങ്ങൾക്ക് കടഞ്ഞെടുക്കാൻ സാധിക്കും. അതനുസരിച്ച് ചിന്തിക്കണം. എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് വിചാരിച്ചാൽ ഒന്നിനും കൊള്ളില്ല. എന്നെ എല്ലാറ്റിനും കൊള്ളും എന്ന് വിചാരിച്ചാൽ കൊള്ളും. നമ്മളാണ് വാസ്തവത്തിൽ നമ്മുടെ വിധിയുടെ ഉപജ്ഞാതാവ്. നാം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും നമ്മളാണ് ഉത്തരവാദി. നമുക്കുള്ള നന്മയ്ക്കും തിന്മയ്ക്കും നാമാണ് ഉത്തരവാദി. നമ്മുടെ മനസ്സുപയോഗിച്ച് ഈശ്വരനെക്കുറിച്ച് സ്മരിച്ച് നിങ്ങൾക്ക് എത്ര വീര്യവും പരാക്രമവും വേണമോ അത് മനസ്സിൽ നിന്ന് കടഞ്ഞെടുക്കൂ. അതിനാണ് നമുക്ക് പല ഈശ്വരനാമങ്ങളും മന്ത്രങ്ങളുമുണ്ട്. മന്ത്രങ്ങളുടെ ശക്തി വളരെ വിശേഷപ്പെട്ടതാണ്. സാവിത്രി കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ച ആൾ മരിച്ചുപോയി. മരിക്കുമെന്ന് അറിഞ്ഞിട്ടും സാവിത്രി മനസ്സിനെ എടുത്തില്ല. എന്നിട്ടോ മരിച്ച ആളെ ഉജ്ജീവിപ്പിച്ച് കിട്ടി, കല്യാണം നടന്നു. എന്താ ഇതിനർത്ഥം? നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവ് അത്രത്തോളം മികച്ചതാണെന്നാണ് ഈ ചരിത്രം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഞാൻ ഈ കാര്യത്തിൽ നിങ്ങളെ എല്ലാവരെയും മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത്ര ആത്മബലമുണ്ടാവട്ടെ, മനസ്സാന്നിധ്യമുണ്ടാവട്ടെ, പ്രതിരോധശക്തി കൂടുതൽ വളരട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സമാജത്തിലൊട്ടാകെയും ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഈ ലോകത്തിൽ നമ്മളെല്ലാവരും ജനിച്ചത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല. നമ്മളെല്ലാവരും ജനിച്ചത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടല്ല. നമ്മൾ നിലനിൽക്കുന്നതും നമ്മളുടെ ആവശ്യമല്ല. നമ്മൾ നിലനിൽക്കുക എന്ന് പറഞ്ഞത്. ഭൂമിയിൽ ജനരാശിയുണ്ട്. മറ്റു പല ജീവജാലങ്ങൾ ഉള്ളതുപോലെ പ്രകൃതി നമ്മളെയും രൂപപ്പെടുത്തി. ആ പ്രകൃതി വാഴണം എന്നുള്ളത് പ്രകൃതിയുടെ ഇച്ഛയും പ്രകൃതിയുടെ പ്രവർത്തനശേഷിയുമാണ്. ആ കാര്യം മാനിച്ചുകൊണ്ട് നമ്മൾ സുഖമായിട്ട് ജീവിക്കുക. പരിഭ്രമിക്കരുത്, നിരാശ വരരുത്. ആത്മബലത്തിൻ്റെ പര്യായങ്ങളായി നിങ്ങളെല്ലാവരും വാഴും. ഞാൻ മനസ്സാ അതിനെല്ലാവരെയും അനുഗ്രഹിക്കുന്നു, ആശ്ലേഷിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. സംവേദ്യവർജിതമനുത്തമമേഘമാദ്യം സംവിത്പദം നിരുപമം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി 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 ഓം തത്സ്. ജയ ഗുരു. നമുക്കൊരു ഓംകാരം സംയുക്തമായി ജപിച്ച് നിർത്താം, പരിസമാപിപ്പിക്കാം. അതിനുള്ള പോസ് എടുത്തോളൂ. കൈകോർത്ത് മടിയിൽ വച്ചിക്കുക. ഓ ഹരി ഓം തത്സ്. ജയ ഗുരു.